ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ മൊഡ്യൂൾ തുടങ്ങി. നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മളിന്ന് സെക്കൻഡ് പാർട്ടിൽ നോക്കാൻ പോകുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ്. പിന്നെ പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. അസിംപ്റ്റോട്ടിക് നൊട്ടേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ എന്താ പഠിച്ചതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അൽഗോരിതം എന്താണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അതിൽ നിന്നും അൽഗോരിതത്തിൻ്റെ അനാലിസിസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ അൽഗോരിതം അനാലിസിസ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ നമുക്ക് പെർഫോമൻസ് അനാലിസിസ് രണ്ട് തരത്തിലാണുള്ളത്. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റിയുടെ കാര്യം പറയാം. സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് പറഞ്ഞു, ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അവിടെ നമ്മൾ പോയത് ഓർഡർ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ടൈമിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ഓർഡർ ഓഫ് ഗ്രോത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. നമ്മൾ പലതരത്തിലുള്ള ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടു. അതെങ്ങനെ നമുക്കൊരു ഫ്രീക്വൻസി കൊണ്ട് ഒരു ഫംഗ്ഷൻ തന്നാൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്ത് നോക്കിയത്. അപ്പം നമ്മൾ അതിൻ്റെ അത് ബേസിക്കായിട്ട് ഒരു കുറച്ച് ഓപ്പറേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ആ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ലൂപ്പുകൾ കേസായിരിക്കും നമുക്ക് എന്തായാലും എക്സാമിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കേസിന് വന്ന് നമ്മൾ ആദ്യമേ അകത്തുള്ളത് എന്താണെന്ന് നോക്കുക. അകത്തുള്ളത് നമുക്ക് അറിയാവുന്നതായിരിക്കും. അതിൻ്റെ എഴുതുക. അതായത് അതിൻ്റെ ഓർഡർ ഓഫ് ഗ്രോത്ത് എത്രയായിരിക്കും നമുക്കറിയാം. n സ്ക്വയർ അല്ലെങ്കിൽ n² + 1 വരെ ആയിരിക്കും നോർമൽ ലൂപ്പാണെങ്കിൽ. അപ്പം ദെൻ അത് ഇൻറ്റു ഔട്ടർ ലൂപ്പ് എന്താണുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഗ്രോത്ത് കിട്ടും. നമ്മൾ അങ്ങനത്തെ കേസസ് പറഞ്ഞു. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷനാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു അനാലിസിസ്. അതായത് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് വഴി നമ്മളൊരു ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ അത് തന്നെയാണെന്ന് വെരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഡെഫിനിഷനൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയുന്ന പോലെ എത്രത്തോളമാണ് എഫിഷ്യൻസി, ഈ പറയുന്ന പോലെ ടൈമിനെ അനുസരിച്ച് അല്ലെങ്കിൽ ഇൻപുട്ട് സൈസിനനുസരിച്ച് അതെങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളതാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഫംഗ്ഷൻ തരും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് എത്രത്തോളമാണോ അല്ലെങ്കിൽ അത് ബിഗ് ആണോ, ഈ ഒരു 3 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറയാം. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞായിരുന്നു. ഇതിലേതാണ് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ബേസിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള അനാലിസിസ് ആണ്. നമുക്ക് ഒരു ഫ്രീക്വൻസി കൗണ്ട് വഴി നമ്മൾ ഒരു ഓർഡർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു ടോപ്പിക്ക് ഒന്ന് പോയിട്ട് വരാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ് എന്നുള്ളതാണ്. ടൈം കോംപ്ലക്സിറ്റിയുടെ ബേസിസിലായിരിക്കും നമ്മളത് പറയുന്നത്. ഇനി അതല്ല സ്പേസ് കോംപ്ലക്സിറ്റിയുടെ കാര്യത്തിൽ നമുക്കത് പറയാം. അതായത് ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞു എത്രത്തോളം ടൈമാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ എടുക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ടൈം കോംപ്ലക്സിറ്റിനെ പറയുന്നത്. നമ്മൾ ഇവിടെ ഒരു ലീനിയർ സെർച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലീനിയർ സെർച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ലീനിയർ സെർച്ച് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് സെർച്ച് ചെയ്യുവാണ്. എവിടെ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നവർ അറിയുന്നതായിരിക്കും. ഓക്കെ, അതായത് ഈ പറയുന്ന പോലെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. ഇതാണ് നമ്മൾ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടാണ്. 0, 1, 2, 3, 4, 5 അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ ഈ പറയുന്ന പോലെ നമുക്ക് എലമെൻറ്റ്സ് ഉണ്ടാവും. ഈ അറേ ഇതിൻ്റെ അകത്ത് എലമെൻ്റ് ആയിരിക്കും. അത് 1, 2 നമ്മളിവിടെ ചുമ്മാ എഴുതിയേക്കുന്നതാണ് 4, 5, 6. അപ്പോൾ ഇതുപോലെ എലമെൻറ്റ്സ് ഉണ്ടാവും. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ്. അപ്പം നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്കൊരു മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു 3 എന്നുള്ളൊരു എലമെൻറ്റ് നമുക്ക് ഈ അറയിൽ നിന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ലീനിയർ സെർച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമത്തെ പൊസിഷൻ നോക്കും. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0 നോക്കും. അവിടെ 3 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ടോ നമ്മൾ കമ്പയർ ചെയ്യും. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0 = 3 ആണോ നോക്കും. എന്നാണ് ഈ പറഞ്ഞിരുന്നത്. ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. അപ്പോൾ ഈ ലൂപ്പ് n വരെ എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ സൈസാണ്. ഓക്കെ, അപ്പോൾ ഈ സൈസ് വരെ ഈ ലൂപ്പ് വർക്കാവും. അതായത് i = 0, i <n, i++ എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യമേ i എൻ്റെ വാല്യൂ 0-യിലായിരിക്കും, അതായത് ഇതിലായിരിക്കും. ദെൻ നമ്മുടെ i സൈസ് ആണോ നോക്കും. അതായത് ഈ അറേയുടെ ഒരു മാക്സിമം സൈസ് ഉണ്ടാവില്ല. ഓക്കെ, അത്രയും സ്ഥലത്തായിരിക്കും എലമെൻ്റ് ഉള്ളത്. അപ്പം ആ സൈസ് ലെസ്താൻ ആണെന്ന് നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഇൻഡെക്സ് പൊസിഷൻ 0, അതായത് ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ഐയിൽ എന്ത് എലമെൻ്റ് ആണോ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ ഓഫ് 0-ൽ 1 എന്നുള്ളൊരു എലമെൻ്റ് ആവും. അപ്പോൾ 1 = അതായത് സെയിം ആണോ നോക്കും. = എന്ന് വെച്ചാൽ സെയിം ആണോ നോക്കാം. ഒരു ഈക്വൽ ടു മാത്രം വന്നാൽ അത് അസൈൻമെൻ്റ് ആവും. അതേസമയം = എന്ന് പറഞ്ഞാൽ അത് രണ്ടും വാല്യൂ സെയിം ആണോ എന്നാണ് നോക്കുന്നത്.
അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ 0 വാല്യൂ 1 ആണ്. നമ്മൾ സെർച്ച് ചെയ്യേണ്ട ടെസ്റ്റ് എന്നും ഞാൻ ഇവിടെ ജനറലായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ എലമെൻറ്റ് 3 ആണെന്ന് വിചാരിക്കുക. 3 = 1 ആണെന്ന് നോക്കും, അല്ല എന്നറിയാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ പിന്നെ ലൂപ്പിലേക്ക് പോകും, അടുത്ത പൊസിഷൻ നോക്കും. ഇപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 1ലേക്ക് ആയിരിക്കും പോകുന്നത്. അതായത് ലൂപ്പ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡെക്സ് പൊസിഷൻ 1 നോക്കും. അപ്പം അവിടെ ഈ പറയുന്ന പോലെ സെയിം കണ്ടീഷൻ നോക്കും. അതായത് 2 = 3 ആണോ അല്ല. then നമ്മൾ പിന്നെ അടുത്ത ഇൻഡെക്സ് പൊസിഷനിലേക്ക് പോകും. ഇപ്പോൾ 3 = 3 എന്ന് കിട്ടി. അങ്ങനെ വരുവാണെങ്കിൽ ആ പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇൻഡെക്സ് പൊസിഷൻ I എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഓൾറെഡി C പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഐഡിയ ഉള്ളവർ കുഴപ്പമില്ല, ഐഡിയ ഇല്ലാത്തവർ ജസ്റ്റ് ഇതൊന്ന് കാര്യം മനസ്സിലാക്കി വെക്കാം. നമ്മുടെ ഈ കോൺടാക്റ്റിൽ നമുക്ക് 3 കേസസ് ഉണ്ട്. അതായത് ബെസ്റ്റ്, വേസ്റ്റ് ആൻഡ് ആവറേജ് കേസ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായിട്ടും നമുക്ക് ഈ ടൈം ഏറ്റവും കുറവായിരിക്കും. ഇപ്പോൾ ടൈം ഏറ്റവും കുറവാന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് എന്താ? നമ്മൾ സിമ്പിളായിട്ടുള്ള ലോജിക്കിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ആദ്യമത്തെ എലമെൻറ്റ് നമുക്ക് വേണ്ട എലമെൻറ്റാണ്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ്. നിങ്ങളിപ്പം 3 എന്ന് പറഞ്ഞ എലമെൻറ്റാണ് നമ്മളോട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട. നമുക്ക് ഈ ഒരു കോൺടാക്സിൽ രീതിയിൽ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ എലമെൻറ്റ്, അതായത് നമുക്ക് വേണ്ട എലമെൻറ്റ് 1 ആയിട്ട് എടുക്കാം. നമ്മൾ ഈ ഒരു അറേ കൂടി നോക്കിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൂപ്പിലെ ഫസ്റ്റ് ഐറ്ററേഷൻ തന്നെ നമുക്ക് കിട്ടുവാണ് എന്ത്? ഇൻഡെക്സ് പൊസിഷൻ 0 എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത വാല്യൂ, നമുക്ക് വേണ്ട വാല്യൂ 1 ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എലമെൻറ്റ് ഈസ് അറ്റ് ഫസ്റ്റ് പൊസിഷൻ, ഇൻഡെക്സ് പൊസിഷൻ 0 വന്നു. നമ്മൾ ഈ ഒരു ലീനിയർ സെർച്ചിൻ്റെ ബേസിസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കമ്പാരിസൺ മാത്രമേ വേണ്ടൂ. അതിന് നമുക്ക് ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ തന്നെ നമ്മുടെ എലമെൻറ്റ് കിട്ടി. അപ്പം ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയാം. ഈ പറയുന്നത് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ ഓഫ് 1 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വോസ് കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഒന്നെങ്കിൽ ഈ വോസ് കേസിന് 2 തരത്തിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറയാൻ നമ്മളിപ്പം ഇവിടെ നോക്കുന്ന എലമെൻറ്റ് ലാസ്റ്റ് പൊസിഷനിൽ പോയിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് ഈ പറയുന്ന ഫസ്റ്റ് പൊസിഷൻ തൊട്ട് നിങ്ങൾ ലാസ്റ്റ് പൊസിഷൻ വരെ ഐറ്ററേറ്റ് ചെയ്ത് നോക്കണമല്ലോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് അറിയത്തുള്ളൂ എവിടെയാണ് ഈ പൊസിഷൻ, ഏത് പൊസിഷനിലാണ് നമുക്ക് വേണ്ട എലമെൻറ്റ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വോസ് കേസിലെ ഫസ്റ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് നമുക്ക് പറയാം. അപ്പം അതേപോലെ തന്നെ ഈ നമ്മൾ നോക്കുന്ന എലമെൻറ്റ് ഇതിൻ്റെ അകത്തില്ലെങ്കിലും നമ്മൾ ലാസ്റ്റ് വരെ നോക്കണമല്ലോ. അതായത് ഈ ഒരു അറയിലകത്ത് നമുക്ക് വേണം ഉള്ള എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 4, 5, 6 വരെയാണ് നമുക്ക് ഇതിനകത്തുള്ളൂ. ഞാൻ 7 എന്ന് പറഞ്ഞൊരു എലമെൻറ്റാണ് ഞാൻ ഈ പറയുന്ന പോലെ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 7 എന്നുള്ളൊരു എലമെൻറ്റ് നോക്കുന്ന ലൂപ്പ് എങ്ങനെയാണ് പോകുന്നത്? ഏറ്റവും ആദ്യത്തെ പൊസിഷൻ നോക്കും. ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് ആ നമ്പർ നമുക്ക് വേണ്ട സാധനം കിട്ടി, അത് ബെസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു. അതേസമയം നമ്മളിങ്ങനെ നോക്കി പോവാണ്. നമുക്ക് ഈ ലൂപ്പ് കഴിഞ്ഞു, അതായത് ഈ അറയും ഫുള്ള് കയറുന്നു. എന്നിട്ട് നമുക്ക് നമ്പർ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ? ഇങ്ങനൊരു എലമെൻറ്റ് ഇല്ല. ഈ അറയിൽ നമ്മൾക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ഇല്ല. അപ്പം അതും ഒരു വോസ് കേസാണ്. അതായത് നമ്മൾ മൊത്തം ചെക്ക് ചെയ്യുന്നു, നമുക്ക് അവിടുന്ന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇങ്ങനെ ഒരു എലമെൻറ്റ് ഇല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും അറയുടെ എലമെൻറ്റ്സ് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞു, ഇപ്പം നമുക്ക് എലമെൻറ്റ് കിട്ടുന്നില്ല. ഇതാണ് 2 കേസ്. അതായത് ഒന്നുകിൽ ഈ എലമെൻറ്റ് ഏറ്റവും ലാസ്റ്റ് പോയിരിക്കും, അപ്പോൾ നമുക്കത് ഫുള്ള് അറേ ഐറ്ററേറ്റ് ചെയ്ത് നോക്കണം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു എലമെൻറ്റ് ഈ അറയ്ക്കകത്ത് ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇവിടെ n എലമെൻറ്റ്സ് ആണ് നമ്മുടെ അറയിലുള്ളതെങ്കിൽ നമ്മൾ ആ n എലമെൻറ്റ്സ് ചെക്ക് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈം കോംപ്ലക്സിറ്റി ഓർഡറിൽ പറയുവാണെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് n ആയിരിക്കും. കാര്യം നമുക്ക് n എലമെൻറ്റ്സ് മൊത്തം നമ്മൾ ഐറ്ററേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, ഇനി അതേസമയം ആവറേജ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഈ എലമെൻറ്റ് ഉണ്ടാവാം. ഓക്കെ, അതാണ് പറയുന്നത്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0 തൊട്ട് നമുക്ക് n-1 എന്ന് പറഞ്ഞാൽ അറയുടെ ലാസ്റ്റ് സൈസ്, അതായത് സൈസ് എത്രയാണോ ഉള്ളതെങ്കിൽ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 0ൽ നിന്ന് തുടങ്ങുന്നുണ്ട് n-1 ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒന്നുമില്ല, സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അറയിൽ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും എലമെൻറ്റ് വരാം. അതാണല്ലോ നമ്മുടെ ഒരു ആവറേജ് കേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആവറേജ് കേസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവുന്നവർ മാത്രം അത് നോക്കി വെക്കുക. ഇനി ഇല്ലാത്തവർ ജസ്റ്റ് ആ ഒരു റിസൾട്ട് ഒന്ന് ഐഡിയ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് നമുക്ക് മൊത്തം n ടേംസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n × n+1/2 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഈ പറയുന്ന പോലെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം ഉള്ളത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. ഇങ്ങനെയാണോ നമ്മൾ ആവറേജ് എടുക്കുന്നത്? എങ്ങനെയാണ് മൊത്തം? അതായത് എൻ്റെ ഒരു 4 മാങ്ങയുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ 5 മാങ്ങയുണ്ട്. അപ്പം മൊത്തം എത്ര മാങ്ങ ഉണ്ടെന്ന് നോക്കിയാൽ 4 + 5 / 2 എന്ന് ചെയ്യും. സെയിം ആയിട്ട് തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും n വരെയുള്ള ടൈംസിന് നമ്മൾ പറഞ്ഞു ഇത് ഇത്രയും നമുക്ക് n വരെയുള്ള ടൈംസാണ്.
പിന്നെ നമുക്ക് ഒരു n+1 എന്ന് പറഞ്ഞൊരു ടൈമും കൂടി നമ്മൾ നോക്കണം, കമ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് n വരെയുള്ള ടൈംസിൻ്റെ സം എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, n × n+1 / 2 എന്നായിരിക്കും. ദെൻ നമ്മൾ നെക്സ്റ്റ് ടൈമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി n+2 എന്ന് കൊടുക്കുന്നു, സെയിം /2 തന്നെയാണ്. ദെൻ നമുക്ക് നമ്പർ ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നത് n+1 ആണ്. ഓക്കെ, കാര്യം നമുക്ക് n+1 ടൈംസ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. n എന്ന് പറയുന്നത് എത്ര സമയം നമുക്ക് ഇത് ശരിയാണെന്ന് നോക്കാനും ഒരു തവണ നമുക്ക് തെറ്റാണെന്ന് നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ അതാണ് നമ്മൾ, അതായത് ആവറേജ് കേസിൻ്റെ ഒരു കേസിൽ പറയുവാണെങ്കിൽ നമ്മൾ n ടൈംസ് ഈ സാധനം ലൂപ്പിലുണ്ടെന്ന് നോക്കുന്നു, ഈ ലൂപ്പിൽ വർക്ക് ചെയ്യുന്നു. ദെൻ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഈ പറയുന്ന പോലെ ഈ എലമെൻറ്റ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് നമുക്ക് ലൂപ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അറയിലില്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ, ആ ഒരു ലോജിക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ n+1 എന്ന് പറയും. അപ്പം നമ്മളിത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് n+2 / 2 എന്ന് വരും. നമുക്ക് സ്റ്റിൽ ഓർഡർ ഓഫ് n എന്ന് തന്നെ ഫൈനൽ ആൻസർ കിട്ടും. ചെറുതായിട്ട് ഇനിയിപ്പം മനസ്സിലാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് കേസിൽ ലീനിയർ സെർച്ചിൻ്റെ കേസിൽ നമുക്ക് ഓർഡർ ഓഫ് n തന്നെയായിരിക്കും വരുന്നതെന്ന് ആലോചിക്കുക. ഓസ് കേസ്, ആവറേജ് കേസ്. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കിയാലും ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ അറയിൽ എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം കേസ് തന്നെയല്ലേ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അതായത് ഫസ്റ്റ് എലമെൻറ്റ് വെച്ചും കിട്ടാം ആവറേജ് കേസ് എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിലും കിട്ടാം, ലാസ്റ്റ് അടുത്ത് വേണമെങ്കിലും കിട്ടാം. നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേഷൻ മനസ്സിലൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓസ് കേസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി n തന്നെയായിരിക്കും ആവറേജ് കേസിനും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഞാൻ ഒപ്പിക്കുന്ന കേസാണ് പറഞ്ഞത്, അല്ലാത്തൊരു കൃത്യമായിട്ട് നോക്കാം. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് എഴുതണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെയൊന്ന് ഇട്ടാൽ മതി കേട്ടോ. അതായത് ജസ്റ്റ് ഫുൾ കാൽക്കുലേഷൻ ഞാൻ മനസ്സിലാവണം എന്ന് ഭയങ്കരമായിട്ട്, അതായത് കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് ഇത്ര എഴുതിയാലും മതി, നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ബെസ്റ്റ് കേസ്, വോസ്റ്റ് കേസ്, ആവറേജ് കേസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമുക്ക് 99% ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതെന്താണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് ചോദിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ സെർച്ചാണ് നമ്മൾ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് പറയുന്ന എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മളത് അവിടെ വെച്ച് തീർക്കുകയാണ്. ഇനിയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനിലേക്ക് പോകാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ചെയ്തിരുന്നതായത് ഞാൻ പറഞ്ഞു അത് ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് എന്ന് പറഞ്ഞു. നമുക്കിതൊരു 3 ടൈപ്പ് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് 3 രീതിയുണ്ട്, 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണം ഉണ്ട്. അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പിഗ്, ഒമേഗ, തീറ്റ. ഇപ്പോൾ എന്ന് പറയുന്നത് ഓയുടെ ചിഹ്നം തന്നെയാണ്, അത് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ O ആണ്. ഒമേഗയുടെ ചിഹ്നം നമുക്ക് അറിയാൻ വയ്യായിരിക്കുന്നു. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതും. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 എണ്ണം എന്ന് പറഞ്ഞാൽ, അതായത് ബിഗ് O എന്ന് പറഞ്ഞാൽ എന്താണ്, ഒമേഗ എന്താണ്, തീറ്റ എന്താണ്. ഓക്കെ, ഇത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇത് 3 സിമ്പിൾസ് ആണ്. അതായത് ഇത് ഓരോ കേസസ് എന്തൊക്കെയാണെന്ന് നമുക്കിനി പറയാം. അപ്പം ബിഗ് ഓയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു അപ്പർ ബൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഓസ് കേസാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബിഗ് O എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ ഒരു റിയൽ ലൈഫ് സിനാരിയോയായ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് നിങ്ങളുടെ നോട്ടീസ് ബോർഡിൽ, അല്ലെങ്കിൽ ഈ കോളേജ് നോട്ടീസ് ബോർഡിൽ എക്സാം റിസൾട്ട് വന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ മാർക്ക്, അല്ലെങ്കിൽ പാസ് ആണോ ഫെയിൽ ആണോ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിസൾട്ട് വന്നു, നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നോട്ടീസ് ബോർഡിൽ നോക്കി, അപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് അവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ സാധനം ഞാൻ പാസ്സായോന്നും പോലും എനിക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ പേര് ഏറ്റവും ലാസ്റ്റ് ആവാനും പാസ് ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ നോക്കുക, ഒരു കോളേജ് നോട്ടീസ് ബോർഡിലുണ്ടാവും ലിസ്റ്റ് ഓഫ് n ഓർണമെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മുടെ റോൾ നമ്പർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു കോൺടെക്സ്റ്റ്. നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് 3 പോസിബിലിറ്റീസ് ആണോ. ഓക്കെ, 3 പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമേ തന്നെ എൻ്റെ പേര് കണ്ടുപിടിക്കാം. അതായത് ഞാൻ പോയി നോക്കുന്നു, ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഞാനാണ്. അങ്ങനൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റാണ്. കാര്യം ഞാൻ ഒന്നാമത്തെ ഒരു റോ മാത്രം നോക്കി എൻ്റെ ഡീറ്റെയിൽസ് തന്നെ കണ്ടു. അപ്പോൾ ഞാൻ ഹാപ്പിയായി, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് കേസാണ് അല്ലേ. അതായത് അതിനോടെ പോയി നിന്നു, എനിക്ക് ഒരൊറ്റ ഇറ്ററേഷൻ മാത്രമേ വേണ്ടിയുള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് അത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കേസാണ്. അവിടെ നമുക്ക് മാക്സിമം അല്ല, അവിടെ ഒരു മിനിമം വാല്യൂ ആയിരിക്കും വരുന്നത്. അതായത് നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ട ടൈം വളരെ മിനിമം ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒമേഗയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്ററേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ട്രൈ തന്നെ നമ്മളുടെ വേണ്ട റിസൾട്ട് നമുക്കിലേക്ക് എത്തി, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളൊരു സിറ്റുവേഷൻ. നമ്മൾ അവിടെ ടൈം എന്ന് പറയുന്ന സാധനം ഏറ്റവും കുറവായിരിക്കും. ഓക്കെ, അതിനെ പറയുന്നതാണ്
ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വോസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? വോസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ. ഓക്കെ, അതായത് റോൾ നമ്പർ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഏറ്റവും താഴെ ആവാം, ഇല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അല്ലേ, വോസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. നമുക്ക് ഈ പേപ്പർ മൊത്തം നമ്മൾ നോക്കി എന്നിട്ട് നമ്മുടെ പേര് കാണുന്നില്ല, ഇനി അതല്ല ഏറ്റവും താഴെ ഏറ്റവും അവസാനമാണ് നമ്മുടെ പേര് പറഞ്ഞാൽ നമ്മളത് മൊത്തം നോക്കേണ്ടി വരും. അതായത് അത്രയും റോയിലുള്ള ആൾക്കാരുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോക്കി രജിസ്റ്റർ നമ്പർ നോക്കി വരും. ഓക്കെ, അതിനെ പറയുന്നതാണ് മാക്സിമം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വോസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അതിന് നമ്മളാണ് ബിഗ് ഗോ എന്നാണ് നമ്മൾ അതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് മീൻസ് അതൊരു അപ്പർ ബൗണ്ടാണ്. അതായത് ഇതിൽ കൂടുതൽ ഇനിയൊന്നും എനിക്ക് ചെയ്യാനില്ല. അതായത് ഞാൻ ആ പേപ്പർ മൊത്തം നോക്കി, അതായത് അതിൽ ഒന്നും എൻ്റെ പേര് കാണുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നും നോക്കാനില്ല. അതാണ് പറയുന്നത്, അതാണ് മാക്സിമം വാല്യൂ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. മനസ്സിലാവാൻ വേണ്ടി ഞാൻ മാക്സിമം ഇട്ടത്. ഓക്കെ, അന്ന് പറഞ്ഞാൽ നമുക്കവിടെ മാക്സിമം ടൈം എടുക്കുക, അല്ലേ? നമുക്കവിടെ മാക്സിമം ടൈം എടുക്കുക. ഇതിൽ കൂടുതൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അതിനെ പറയുന്നതാണ് അപ്പർ ബൗണ്ട്. ഓക്കെ, ഇപ്പോൾ ലോവർ ബൗണ്ട് എന്താണെന്ന് പറഞ്ഞു, അപ്പർ ബൗണ്ട് എന്താണെന്ന് പറഞ്ഞ് നമ്മുടെ മൂന്നാമത്തെ കേസാണ് ആവറേജ് കേസ് അല്ലെങ്കിൽ എക്സാക്ട് കേസ്. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് n നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ n/2 ആയിരിക്കും. ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് n/2 എന്ന് പറഞ്ഞ പോസിബിലിറ്റീസ് നമുക്ക് നോക്കേണ്ടി വരും. അതിനെ പറയുന്നതാണ് ആവറേജ് കേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് വേറൊരു കാര്യം നോക്കാം. അതായത് നിങ്ങളൊരു ഫോൺ മേടിക്കാൻ പോവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാൻ പോവാണ് എന്ന് തന്നെ എടുക്കാം. ഫോൺ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കൊരു 3-4 സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ഇവരോട് ചോദിക്കുകയാണ്, എനിക്കൊരു ഫോൺ മേടിക്കണം, അപ്പോൾ എനിക്ക് ഇന്ന ഒരു ഫീച്ചേഴ്സൊക്കെ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയണം, കുറച്ച് കണ്ടീഷൻസ് പറയണം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ ഒരാളോട് ചോദിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു കഴിയുമ്പോൾ ശരിക്കും, അതായത് നിങ്ങളോട് ഞാൻ പറയാം, ശരിക്കും ഈ ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സിനൊക്കെ വെച്ചപ്പോൾ ഒരു ഫോണും ഒരു 15,000 രൂപ ആവുമെന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, അതായത് ഞാനിപ്പം മേടിക്കാൻ പോണ ഫോണിന് എനിക്ക് 15,000 രൂപ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മേടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, എനിക്ക് 3 സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആദ്യത്തെ ആളോട് ചോദിച്ചു, എനിക്ക് ഇന്ന ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ വേണം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എത്ര രൂപയുണ്ടെങ്കിൽ ഈ ഫോൺ മേടിക്കാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാൾ എന്നോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ഫോൺ എന്തായാലും മേടിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്കും അറിയാവുന്ന കാര്യമല്ലേ. കാര്യം ഇത്രയും എന്തായാലും ഒരു ഫോൺ എന്ന് പറയുമ്പോൾ മാക്സിമം 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ പോട്ടെ. അപ്പോൾ അതിൽ കൂടുതൽ പോകത്തില്ലാന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനെ പറയുന്നത് അതൊരു ഒരു അപ്പർ ബൗണ്ട് നമുക്ക് തന്നേക്കാം. അതായത് ഇതിൽ കൂടുതൽ ഒരിക്കലും പോകത്തില്ല. എനിക്ക് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിലും എന്തായാലും ഒരു ഫോൺ മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പറയുന്നതിനാണ് ബിഗ് ഗോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏറ്റവും മോശം കണ്ടീഷനിൽ പോയാൽ പോലും നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് മേളിലും ഒരു ഫോൺ എന്തായാലും ഒരു ഫോണിന് വേണ്ടി ചിലവാക്കേണ്ടി വരത്തില്ല. അതിനെ പറയുന്നതാണ് ബിഗ് ഗോ എന്ന് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഒമേഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലോവർ ബൗണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മിനിമം ഇത്ര രൂപ വേണം ഒരു ഫോൺ മേടിക്കുക എന്നുണ്ടെങ്കിൽ, അതിനെ പറയുന്നതാണ് ഒമേഗ. അതേസമയം തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണ്, ഈ ഫോണിന് ഇത്ര സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു 15,000 രൂപ തന്നെ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു പോസിബിലിറ്റി പറയുക, അല്ലെങ്കിൽ ഒരു ടൈറ്റ് ബൗണ്ട് പറയുക. അതാണ് തീറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഐഡിയ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ മനസ്സിലാക്കാം. ഐഡിയ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് വേറൊരു പ്രശ്നം വരത്തില്ല ഇതിനകത്ത്. ഓക്കെ, ഇത് നിങ്ങളെ ഈ ഒരു പാട്ടിൽ നമുക്കൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പ്രോഗ്രാം കോൺടാക്സിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. അതായത് എനിക്ക് ഈ പറയുന്ന ടൈം കോംപ്ലക്സിറ്റിയാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് എനിക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എനിക്കൊരു 10 മിനിറ്റാണ് എടുക്കാമെന്ന് വിചാരിക്കുക, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് ഒരു 100 മിനിറ്റ് കൊണ്ട് എന്തായാലും എനിക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയുന്നതാണ് ബിഗ് ഗോ എന്ന് പറയുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. അതേസമയം ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മിനിമം ഒരു ഇത്രയും മിനിറ്റ് എങ്കിലും എടുക്കും എന്ന് പറയുന്നതിനെയാണ് ഒമേഗ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നതിനെ തീറ്റ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലെങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഓരോ കേസും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കും. ഇപ്പോൾ ഈ 3 ഡെഫിനിഷൻസ് ഉണ്ട്, 3 കേസിന് 3 ഡെഫിനിഷൻ ഉണ്ട്. ഈ ഡെഫിനിഷൻ പഠിച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് നമുക്കൊരു ഗ്രാഫ് കൂടി ഉണ്ടാവും. ആ അനലൈസോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു തിയറി പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. then നമുക്ക് ഓരോ കേസിനും ഓരോ പ്രൂഫ് പോലെ വെരിഫൈ ചെയ്യാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൂടി നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഓർഡർ ഓഫ് ഗ്രോത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് ഓർഡർ ഓഫ് ഗ്രോത്ത് നമുക്ക് n വരാം, n² വരാം, log n വരാം, ഇനിയിപ്പം n log n വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ പഠിച്ചു.
ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓർഡർ ഓഫ് ഗ്രോത്തിൻ്റെ പറയുന്ന ഒരു ടൈമിൽ നമുക്ക് ഓർഡർ ഓഫ് ഗ്രോത്തിൻ്റെ ഒരു ഓർഡറുണ്ട്. അതായത് ഏറ്റവും കുറവ് ടൈം എടുക്കുന്നത് എന്തിനാണ്, തൊട്ട് ഏറ്റവും മാക്സിമം ടൈം എടുക്കുന്നത് എന്തിനാണ്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓർഡർ ഓഫ് ഗ്രോത്ത്. ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ടൈംസിൻ്റെ ഓർഡർ ഓഫ് ഗ്രോത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഓർഡർ ഓഫ് ഗ്രോത്ത് ആണെങ്കിൽ, അതായത് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം അതിലാണ് ഏറ്റവും ടൈം കുറവ്. ഏതാണ് പറയുന്നത്? ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറവെന്ന് പറയുന്നത് 1 ആയിരിക്കും, ദെൻ കൂടുതൽ ലോഗൻ ആയിരിക്കും, അങ്ങനെ പോകണം. അപ്പോൾ ഇതിന് ഏറ്റവും മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഈ ഓർഡർ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു അൽഗോരിതം തന്നെ അനലൈസ് ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ഓർഡർ കിട്ടി എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു അൽഗോരിതം ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് n² എന്ന് പറയുന്ന സാധനം ഒന്നായിട്ടും അതേപോലെ തന്നെ n എന്ന് പറയുന്നത് അടുത്ത ഓർഡറായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും സിസ്റ്റം എന്ന് പറയുന്ന സാധനം ഏറ്റവും ഒപ്റ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും? തീർച്ചയായിട്ടും ടൈം കുറവെടുക്കുന്നതിനായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നോക്കുക, 2 അൽഗോരിതം ഉണ്ടായിരുന്നു. ഒരു അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n² ആയിരുന്നു. ബി എന്ന് പറയുന്ന അൽഗോരിതത്തിൻ്റെ n log n ആണ്. ഇങ്ങനെ വരുമ്പോൾ അൽഗോരിതം ബി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടൈം കുറവെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫേർഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു 2 ഓർഡർ തന്നിട്ട് നിങ്ങൾക്ക് ഇതിലേതാണ് ഏറ്റവും പ്രിഫേർഡ് എന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഒരു ഓർഡർ ഓഫ് ഗ്രോത്തിൻ്റെ ഒരു ഓർഡർ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ടൈം കുറവെടുക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ log n കഴിഞ്ഞ് √n, ദെൻ നമുക്ക് n log n -2 n³ അങ്ങനെ പോകും. ഓക്കെ, ദെൻ ഇതിന് നമുക്ക് വേറൊരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം. അതായത് ഇത് നമുക്ക് ഒരു ബിഗ് O എന്നുള്ളൊരു കേസിൽ പറയുവാണെങ്കിൽ, ബിഗ് O എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് അത് മാക്സിമം ആണ്. ഓക്കെ, അതായത് മാക്സിമം അപ്പർ വാല്യൂ ആണ്, അപ്പർ ബൗണ്ട് എന്ന് പറയും. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്യുവാണ്, നിങ്ങളൊരു സിറ്റുവേഷൻ എടുത്തു, അൽഗോരിതം എടുത്തു, അതിലെനിക്ക് ഓർഡർ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ n log n ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നോട് ചോദിക്കുവാണ് n³ എന്ന് പറയുന്ന സാധനം ഓക്കെ ആണോ, അല്ലെങ്കിൽ n³ എന്ന് പറയുന്ന സാധനം ബിഗ് Oയുടെ കണ്ടീഷനിൽ ഓർഡർ ആവാൻ ചാൻസ് ഉണ്ടോ, പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതെന്ന് പറയുന്നത് n log n ആണ് കൃത്യമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ബിഗ് O എന്ന് പറയുന്നത് എന്താണ് ഡെഫിനേഷനിൽ നമുക്കറിയാം, അതൊരു മാക്സിമം ലിമിറ്റാണ്. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ n³ ആണ്. മാക്സിമം n³ ഈ കാര്യം നടക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം ലിമിറ്റ് എന്തും ആക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ലിമിറ്റ് എന്തും ആവാം, പക്ഷേ നിങ്ങൾക്ക് n log n എന്ന് പറയുന്നത് അതിന് താഴെ ആയിരിക്കും. അതായത് വലിയ കൂടുതലായിട്ട് കോംപ്ലക്സ് ആക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് നോക്കി പോവാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഓർഡറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഇനി ഓരോ നൊട്ടേഷൻ്റെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം, അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കിപ്പോവാം. അപ്പം വേറെ പാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കി പോകാമെന്നുള്ളത്. ഓക്കെ, അപ്പം ബിഗ് O എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബിഗ് O എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ f(n) ആയിരിക്കും. അത് ബിഗ് O ആണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബിഗ് O എന്ന് ഉദ്ദേശിക്കുന്നത് g(n) എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഈ പറയുന്ന f(n) = നമ്മളൊരു 4³ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടുപിടിച്ചെടുക്കുമല്ലോ. ഒരു n³ എന്ന് പറയുന്ന സാധനം ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഓർഡർ. അപ്പോൾ ആ ഓർഡറിനെ പറയുന്നതാണ് ഈ g(n) എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഇവിടേക്ക് നോക്കിക്കഴിയുക. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു, പിന്നെ ഒരു ഫംഗ്ഷൻ്റെ g(n) കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അതിൻ്റെ ഓർഡറിനെയാണ് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഈ ഡെഫിനേഷൻ മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. g(n) എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഓർഡറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഇതിൻ്റെ ഓർഡർ എന്താണ്, ബാക്കിയുള്ള ടൈംസ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. ദെൻ നമുക്ക് ഹയസ്റ്റ് പവർ ഉള്ളത് നമ്മൾ എടുത്തു. ഇവിടെ റേസ്റ്റ് വന്ന ഹയസ്റ്റ് പവർ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം കളഞ്ഞു, നമുക്ക് n എന്ന് പറഞ്ഞു കിട്ടി. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നതായിരിക്കും ഇവിടെ g(n). അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓർഡർ കണ്ടുപിടിക്കുക, അതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നതാണ് ഈ g(n) എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരരുതെന്നുള്ള ഒരു രീതിയെ പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ പറയുന്ന ഓർഡർ ഓഫ് g(n) എന്ന് പറയുന്ന സാധനം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദെയർ എക്സിസ്റ്റ് 2 പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് c ആൻഡ് n0 such that f(n) less than or equal to c into g(n) for all value n greater than or equal to n0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഇനി അങ്ങോട്ട് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 കോൺസ്റ്റൻറ്റ് ഉണ്ടാവാം. ഓരോ കോൺസ്റ്റൻ്റാണ് c, വേറെ വാങ്ങാം n0 ആയി.
സച്ച് ദാറ്റ് എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനം എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം എന്തിനേക്കാളും സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാൾ എപ്പോഴായിരിക്കും അത് ഇന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N0 ആകുമ്പോൾ മാത്രം. അതായത് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് അത് അങ്ങ് പരിഹരിക്കാം. ഓക്കെ, അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് പ്രൂവ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് എ ബിഗ് ഒ, അല്ലെങ്കിൽ ഇതിൻ്റെ ബിഗ് ഒ നൊട്ടേഷൻ പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബിഗ് ഒ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പറയും. അപ്പം അങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ തരും, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 3n+2 അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തരുമായിരിക്കും. അപ്പോൾ അതിന് തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ബിഗ് ഒ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം? നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, ഡെഫിനേഷൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്തെങ്കിലും കോഎഫിഷ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളഞ്ഞു, ഹൈയസ്റ്റ് പവർ ഉള്ളതിന് നമ്മൾ എടുത്തു. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കളഞ്ഞു. നമുക്ക് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആദ്യം ഓർഡർ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n എന്നായി അല്ലേ? അതെ, ജി ഓഫ് n എന്ന് പറയുന്നത് n ആണ്. ദാറ്റ് മീൻസ് ഓർഡർ എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ തൊട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓർഡർ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കോൺസ്റ്റൻ്റ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഞാനിപ്പം സിയുടെ വാല്യൂ 4 ആണെന്ന് പറയുവാണ്. നമ്മളിത് മൊത്തം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തരാം. ഓക്കെ, ഞാനിപ്പം സിയുടെ വാല്യൂ 4 ആയിട്ട് അങ്ങ് എടുക്കും. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും വായിക്കാം. ഒരു ടേബിൾ പോലെ വരച്ചാൽ നല്ലതായിരിക്കും, നമുക്കതൊന്നും പ്രശ്നമല്ല. നമുക്ക് എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3, 4 എന്ന് അങ്ങനെ എഴുതുക. അതായത് 0 മുതൽ താഴോട്ട് അങ്ങ് എഴുതുക. കുറച്ച് വാല്യൂ എഴുതുക, ഒരു 5 വരെയൊക്കെ എഴുതുക. ദെൻ നമ്മൾ അടുത്തതിൽ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനം, അതായത് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ എഴുതി. ഓക്കെ, ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇന്ന് തൊട്ട്, അതായത് 0 തൊട്ട് അത് നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഇട്ടു. അതായത് 0 തൊട്ടൊരു 5, 4 വരെ നമ്മൾ ഇട്ടു. ഓക്കെ, ദെൻ നമ്മൾ എന്നിന് ഇവിടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? 3 × 0 ചെയ്യും, +2 ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 3 × 0 0 ആണ്, +2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. then നമ്മൾ നെക്സ്റ്റ് കോളം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കും. സി എന്ന് പറയുന്നത് 4 ആണ്, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു. നമുക്ക് കോൺസെപ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ സി ഇൻറ്റു ജി ഓഫ് എൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? 4n എന്ന് കിട്ടും. കഴിഞ്ഞ ജി ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് സി ഇൻറ്റു ജി ഓഫ് എൻ ചെയ്യുക. അപ്പോൾ ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഓർഡറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡറാണ്, നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യും? സി ഇൻറ്റു ജി ഓഫ് എൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സി എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 × n ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എന്നിന് ആദ്യമേ 0 എന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്നിന് 0 കൊടുത്ത് കഴിയുമ്പോൾ 4 × 0 എന്ന് കിട്ടും. അപ്പോൾ അവിടെ 0 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഇതേപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മൾ എന്നിന് 1 കൊടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 × 1 +2 എന്നായിരിക്കും. ദാറ്റ് മീൻസ് 5 ആയിരിക്കും. ദെൻ നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഡെഫിനിഷനിലേക്ക് വരിക. നിങ്ങൾക്ക് ഇപ്പം ഡെഫിനേഷൻ മനസ്സിലാവും. അതായത് 2 കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ 2 കോൺസെപ്റ്റ് നമ്മൾ ഇപ്പം നമ്മൾ സി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എഴുതി, N0 നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സച്ച് ദാറ്റ് എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു വരുന്ന കണ്ടീഷൻ ഒപ്പ്. ഓക്കെ, അതായത് ഈക്വൽ ടു വന്നാലും എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ കുഞ്ഞിതായി. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 0 കൊടുത്തപ്പോൾ എന്താണ് ചെയ്യുന്നത്? എഫ് ഓഫ് എൻ കൂടുതൽ തന്നെയാണ്. അതായത് എഫ് ഓഫ് എൻ കുഞ്ഞു വാല്യൂ ആണ്, നമ്മൾ മറ്റേ കൂടിയ വാല്യൂ ആണ് CO ഇൻറ്റു ജി ഓഫ് എൻ കമ്പയർ ചെയ്യുമ്പോൾ. കാര്യം എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 2 ആയിരുന്നു, എപ്പം സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് 0 ആയപ്പോൾ. സമയം 1 കൊടുത്തപ്പോൾ എന്ത് പറ്റി? 5 ആയി, ഇപ്പോൾ ഇവിടെ 4 ആയി. നെക്സ്റ്റ് 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് പറ്റിയത്? ഇവിടെ 8 വന്നു, അതേസമയം ഇവിടെ 8 വന്നു. അതായത് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങി. എന്താണ് നമ്മുടെ കണ്ടീഷൻ? ഈക്വൽ ടു ആവാം, ഇനി അല്ലെങ്കിൽ എഫ് ഓഫ് എൻ എപ്പോഴും കുറഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ എപ്പോഴാണ് അവിടെ തുടങ്ങുന്നത്? ഈക്വൽ ടു ആവുന്ന കണ്ടീഷൻ ഇവിടം തൊട്ടാണ്. അതായത് 2 എന്നിന് വാല്യൂ 2 കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ കണ്ടീഷൻ ശരിയാവാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴാണ് നമ്മുടെ എന്നിൻ്റെ വാല്യൂ കൊടുത്തപ്പോഴാണ് നമ്മുടെ ഡെഫിനിഷൻ ട്രൂ ആവുന്നത്, അപ്പോഴാണ് നമ്മുടെ ആ വാല്യൂവിനെയാണ്, ആ എന്നിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ N0 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ N0 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഇങ്ങനെ വാല്യൂ കൊടുക്കുന്നത് 0, 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത് പോവാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഈ പറയുന്ന നമ്മുടെ കണ്ടീഷൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം 3 എണ്ണം ഇതുപോലെ തന്നെയാണ്. അതായത് ബിഗ് ഒ, ഒമേഗ,
തീറ്റ എന്ന് പറയുന്ന എല്ലാം ഇതേ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഡെഫിനിഷൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ എല്ലാം നമ്മൾ ഇതേ ഐഡിയ തന്നെയാണ്. അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ എന്നിന് വാല്യൂ കൊടുത്തു, 0 തൊട്ട് കൊടുക്കണം. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. 0 തൊട്ട് കൊടുക്കണം. 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മളിവിടെ 4 വരെ നമുക്ക് ആവശ്യമുള്ളൂ. ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് N0യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏത് കണ്ടീഷൻ, ഏത് പോയിന്റിലാണോ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആവുന്നത്, അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ N0 എന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഇവിടുത്തെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനം സി ടു ജി ഓഫ് എന്നിനേക്കാളും കുറവായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. സോറി, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് സി ടു ജി ഓഫ് എന്നിനേക്കാളും കുറവായിരിക്കണം. നിങ്ങൾ ഇതൊന്നും നോട്ട് ചെയ്യേണ്ട. നമ്മൾ എഴുതുമ്പോൾ, ഡെഫിനിഷനിൽ എഴുതുമ്പോൾ ഇത് തന്നെ വേണം. പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആവശ്യമില്ല. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ സി ഇൻറ്റു ജി ഓഫ് എൻ വലുതായിരിക്കണം. ദാറ്റ് മീൻസ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് കുഞ്ഞിതായിരിക്കണം, അതായത് കുറഞ്ഞ വാല്യൂ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. അത് മിക്കവാറും എല്ലാ കേസിലും തന്നെ ഒരു ഈക്വലായിട്ട് ആദ്യമേ വരും. ദെൻ അതിന് താഴോട്ട് പോകുമ്പോൾ ഈ പറയുന്ന സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കും വലുത്. അത് തന്നെയാണ് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യമേ ഈ ഒന്ന് തീർത്തിട്ട് നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് N0 എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ N0 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ എന്ന് പറഞ്ഞ് സാധനം കണ്ടുപിടിക്കാം. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞ സാധനമാണ് ജി ഓഫ് എൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം ഓർഡർ കണ്ടുപിടിച്ചു. ദെൻ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സിക്ക് ഒരു വാല്യൂ കൊടുത്തു. അത് നമ്മൾ പറയും, സിക്ക് ഒരു വാല്യൂ കൊടുത്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? കമ്പയർ ചെയ്യണം. ഓക്കെ, എന്താണ് കമ്പയർ ചെയ്യുന്നത്? ഓരോ എന്നിൻ്റെ വാല്യൂ അനുസരിച്ച് എഫ് ഓഫ് എൻ സി ഇൻറ്റു ജി ഓഫ് എൻ എങ്ങനെ മാറ്റുമെന്ന് കമ്പയർ ചെയ്യുന്നു. ദെൻ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ നമ്മുടെ കണ്ടീഷൻ ഈക്വൽ ആവുന്നു. ആ പോയിന്റിനെ, അതായത് ആ എന്തിൻ്റെ വാല്യൂയെ നമ്മൾ N0 എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യും. അതാണ് നമ്മുടെ N0. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഇനീക്വാലിറ്റി ഈ സാധനം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 4 ആണ്, N0യുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ എഫ്, അതായത് നമ്മുടെ N0 എന്ന് പറയുന്ന വാല്യൂ 2 തൊട്ട് താഴോട്ട് എങ്ങോട്ട് വേണമെങ്കിലും, അത് നിങ്ങൾ N0 എന്ന് പറഞ്ഞ് 2 എടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് N0 എന്ന് പറഞ്ഞ് 3 എടുക്കാം, 4 എടുക്കാം. ഇനി താഴോട്ട് നിങ്ങൾ 5 എടുത്താലും ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു N0യുടെ വാല്യൂ, അതായത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കണ്ടീഷൻ വാല്യൂ ചെയ്യുന്ന, സാറ്റിസ്ഫൈ ചെയ്യുന്ന ആദ്യത്തെ വാല്യൂ തൊട്ട് നിങ്ങൾക്ക് അതിൻ്റെ താഴോട്ട് എന്ത് വേണമെങ്കിലും എടുക്കാം. താഴോട്ട് ഉദ്ദേശിച്ച എന്നിൻ്റെ വാല്യൂ, അതിന് മേലിലോട്ടുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അതായത് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫസ്റ്റത്തെ വാല്യൂയെ N0 ആയിട്ട് തന്നെ ഇടുക. ഓക്കെ, അപ്പം തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷനിൽ ഈ സാധനം ബിഗ് ഓ ആണ്. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ബിഗ് ഓ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഞാൻ സിയുടെ വാല്യൂ എടുക്കുന്നത്? ഓക്കെ, സിയുടെ വാല്യൂ എടുക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു 2 റൂൾസ് പോലെ പറഞ്ഞു തരുവാണ്. ജസ്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു നോക്കുക. 2 ഇല്ല, ഒരെണ്ണം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഓരോ കണ്ടീഷനിൽ സി എടുക്കുന്നതിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് ഈ 3 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിഗ് ഓ ഉണ്ട്, ഒമേഗ ഉണ്ട്, തീറ്റ ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം നമ്മൾ ഈ സിയുടെ എടുക്കുന്ന വാല്യൂ പിന്നെ ഡെഫിനിഷനിൽ മാത്രമായി ഒരു മാറ്റമുള്ളൂ. ബാക്കി ഐഡിയ എല്ലാം വളരെ സെയിം ആണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് കേസിൽ സി എങ്ങനെ ആയിരിക്കും എടുക്കേണ്ടത്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ദി കോഎഫിഷ്യൻ്റ് ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ടൈം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3n ആണ്. അതായത് ഇവിടെ ഹയസ്റ്റ് ഓർഡറുള്ള ടൈം എന്താ നിങ്ങൾക്കറിയാം? ഇവിടെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? നമ്മുടെ n⁻⁴ ആണ്. അതാണ് ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ. നിങ്ങൾക്ക് ഇവിടെ ഇനി n³ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഹയസ്റ്റ് ഓർഡർ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ടൈം, ഓർഡർ അല്ല, ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ടൈം എഴുതാം. നോക്കുക, അതിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 3-നേക്കാളും വലിയൊരു വാല്യൂ എടുക്കുക. 3-നേക്കാളും വലിയൊരു വാല്യൂ എന്തായിട്ട് എടുക്കുക? സി ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ എടുത്തേക്കുന്ന 3-നേക്കാളും വലിയൊരു വാല്യൂ ആണ് 4 ആണ്. ഓക്കെ, അപ്പം അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ഏതോ ഒരു പോയിന്റിൽ എന്നിൻ്റെ വാല്യൂ കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊടുത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴോ നിങ്ങൾക്ക് ഈ പറയുന്ന N0 കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അതായത് നിങ്ങൾക്ക് സി ഒന്നെങ്കിൽ എടുക്കാം, ഓർ ഇതല്ലെങ്കിൽ നിങ്ങൾ കോഎഫിഷ്യൻ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അതിന് സി എന്ന് നമ്മൾ പേര് വെക്കുക. അങ്ങനെ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് രണ്ടാമത് കൊടുത്തേക്കുന്ന സാധനമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബിഗ് ഓ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ കോഎഫിഷ്യൻ്റും കൂടി സം ചെയ്യുക. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 3+2 ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡല്ല, അതായത് ഇപ്പോൾ പറയാൻ പോണ മെത്തേഡല്ല ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി അങ്ങോട്ടും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡിലേക്ക് പോകുന്നത്. അതായത് ഒന്നുമില്ല, നമ്മൾ എന്താണ് സി എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ മാത്രം പഠിക്കുക.
ആദ്യത്തെ കണ്ടീഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഏതെങ്കിലും ഒരു n/n 0 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് കുറേ ചെയ്ത് പോകണ്ടു. അതായത് മേ ബി നമുക്ക് ഇവിടെ 2 ആണ് കിട്ടിയത്, വലിയൊരു ഫംഗ്ഷനായി നിങ്ങൾക്ക് താഴോട്ട് കുറേ ഒരു 10, 20 വരെ n നിങ്ങൾക്ക് എത്തി പോകേണ്ടി വരും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഒരു ഐഡിയ. അതായത് കോഎഫിഷ്യൻറ്റിൻ്റെ എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ഉണ്ട്, 2 ഉണ്ട്. 3 + 2 ചെയ്യുക. അതിനായിരിക്കും നിങ്ങൾ 5, അതായത് അതിനായിരിക്കും നിങ്ങൾ സീന്ന് പറഞ്ഞ് ലേബൽ ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് സീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് സിമ്പിളായിട്ട് കോഎഫിഷ്യൻസിനെ ആഡ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് പറയുന്നത് ആഡ് ദ 2 കോഎഫിഷ്യൻറ്റ്. അതായത് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് 2 കോഎഫിഷ്യൻ്റ് ആണുള്ളത്, അതുകൊണ്ടാണ് 2. ഇനി അതല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിലുള്ള എല്ലാ കോഎഫിഷ്യൻറ്റും ആഡ് ചെയ്യാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയുള്ള കോഎഫിഷ്യൻറ്റിനേക്കാളും വലുതായിരിക്കും. കാരണം നമുക്ക് ഹയസ്റ്റ് ഡിഗ്രിയുള്ള കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ 3 ആണ്. അതിനേക്കാളും വലിയൊരെണ്ണം എടുക്കാനാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു റൂള് പറഞ്ഞത്. ഇനി അതല്ലെങ്കിൽ എടുക്കാനാണ്. അതായത് ഞാൻ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ 3 + 2 ചെയ്യുമ്പോൾ 5 ആവും. ദാറ്റ് മീൻസ് ആ ഫസ്റ്റ് റൂൾ ഓൾറെഡി അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് റൂൾ നോക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡത്തെ റൂൾ നോക്കുക. അതായത് കോഎഫിഷ്യൻറ്റ് സം ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എൻ എന്ന് പറയുന്ന സാധനം, സി എന്ന് പറയുന്ന സാധനം 3 + 2 ആയിരിക്കും. ദാറ്റ് മീൻസ് 5 ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 90% അത് n0 എന്ന് പറയുന്ന വാല്യൂ 1 ആയിരിക്കും. അതാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് n0 1 ആകുമ്പോൾ 0, 1 അല്ലെങ്കിൽ ഒരു 2 ഇവിടെ വരെ നിങ്ങൾക്ക് നിർത്താൻ പറ്റും. മറ്റേത് നമുക്ക് എവിടെ നിർത്തണം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. അതാണ് ഞാൻ ഇതിനെ ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി നമ്മൾ പുഷ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് n0 എന്ന് പറയുന്ന സാധനം 1 ആയിരിക്കും. ചെയ്ത് നോക്കാതെ നിങ്ങൾ എഴുതരുത്. ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് 99% 1 തന്നെയായിരിക്കും n0 എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമുക്കതിന് വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് f(n) എന്ന് പറയുന്നത് 2n + 2 ഇത് സാധനം ഓർഡർ ഓഫ് n² ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് തോന്നും, അതായത് f(n) എന്ന് പറയുന്ന സാധനം ഇത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്ന സാധനം n അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു ഓർഡറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് മാനുവലായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ഓർഡർ എന്ന് പറയുന്ന സാധനം ഈ കോഎഫിഷ്യൻറ്റിനെ ഒഴിവാക്കി, ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് n ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഒഴിവാക്കി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന n എന്നാണ് ഓർഡർ കിട്ടുന്നത്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് n² ഇത് ശരിയാണെന്നാണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറഞ്ഞിട്ടിട്ട് പോകരുത്. n² ബിഗ് O ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് n ഉണ്ട്, n² ഉണ്ട്. ഓക്കെ, അവിടെ ചോദിച്ചിരിക്കുന്നത് n² ബിഗ് O ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ബിഗ് O ആണെന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബിഗ് O എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അറിയാൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത് ഹയസ്റ്റ് ലിമിറ്റാണ്. അതായത് n എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്. ഓക്കെ, പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുക n² അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാര്യം നമുക്കറിയാം ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ കണ്ടീഷൻ. അതായത് നിങ്ങളോട് സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഒരു 20,000 രൂപയുടെ ഫോൺ നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് മേടിക്കാം. 1,00,000 രൂപ തന്നിട്ട് 20,000 രൂപയുടെ ഫോൺ മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ. അതാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ബിഗ് O എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താ? ബിഗ് O എന്ന് പറഞ്ഞാൽ അതൊരു മാക്സിമം ലിമിറ്റാണ്. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക, നമുക്ക് ശരിക്കുള്ളൊരു ഫോണിൻ്റെ വില 20,000 രൂപയാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് 1,00,000 രൂപ തന്നിട്ട് അത് വെച്ച് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുക. നിങ്ങൾക്ക് അതാണ് ആ ലോജിക്കലായിട്ടുള്ള മീനിങ്. അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് പറ്റും. കാര്യം നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഇത് തന്നിട്ട് ഇത് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ ഒരിക്കലും ഇത് തന്നിട്ട് ഇത് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. ശരി, നമുക്കറിയാം നിങ്ങൾക്ക് 10,000 രൂപ തന്നിട്ട് 1,00,000 രൂപയുടെ ഫോൺ മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും പ്രശ്നമില്ല, ആ ഒരു ഐഡിയ കിട്ടുക. അതായത് ഫോണിൻ്റെ ഒരു കേസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അതല്ല ഒന്നും പറ്റുന്നില്ല സാറെന്നെ പറയുന്നതെന്നുള്ളൊരു രീതിയിലേക്ക് ആലോചിക്കരുത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറയാം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചെന്നാൽ നിങ്ങൾ ഈ സെയിം മെത്തേഡ് ചെയ്യുക. ഈ ചെയ്യുന്ന, അതായത് ഈ പ്രോബ്ലം ചെയ്യുന്ന ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുക. അവിടെ നമ്മൾ എടുക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിനിൽ തന്നേക്കുന്ന ഓർഡർ ആയിരിക്കണം. ഓക്കെ, ക്വസ്റ്റിനിൽ തന്നേക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് n² ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യം അറിയാവുന്നൊരു മനസ്സിൽ മാത്രമേ ഈ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. നമുക്ക് പേപ്പറിൽ ഈ കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മറ്റേ ഓർഡറിൻ്റെ കാര്യം അതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത് n² തന്നിട്ട് അത് ബിഗ് O ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ പറയുന്ന പോലെ 2 കോളം വേണം, f(n) വേണം. ഇതെന്തോ എറർ വന്നേക്കാണ് കേട്ടോ. ഓക്കെ, നോക്കണ്ട, സെയിം കോളം തന്നെയാണ്, 2 പ്രാവശ്യം വന്നാണേ. ഓക്കെ, ആദ്യമേ നമുക്ക് f(n) വേണം, ദെൻ നമുക്ക് c × g(n) വേണം. ഓക്കെ,
എന്നിട്ട് നമുക്ക് ബിഗ് O ആണോ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്താ അറിയാമേ, ഒരു C ഇൻറ്റു G ഓഫ് N ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ അത് മേലിൽ പറഞ്ഞു എന്തിനേക്കാളും F ഓഫ് N-നേക്കാളും. നിങ്ങൾ സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ കോഎഫിഷ്യൻറ്റിൻ്റെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് C എന്ന് പറഞ്ഞ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. പിന്നെ അങ്ങനെ എടുത്താൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണ്, N0 എന്ന് പറയുന്ന സാധനം 1 ആയിരിക്കും നമുക്കറിയാം. നമ്മുടെ പിള്ളേർക്ക് അങ്ങനെ അറിയാം, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യമേ നമ്മൾ തന്ന ഫംഗ്ഷൻ എഴുതുന്നു, അതിൻ്റെ ഓർഡർ എന്താക്കി എഴുതേണ്ടത്, ഓർഡർ എന്ന് പറയുന്ന സാധനം എന്നെ എഴുത്താലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന N² ബിഗ് O ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ N² ആണ് ഈ പറയുന്ന ഓർഡർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, N² എടുത്തു. C-ൻ്റെ വാല്യൂ എന്താ ചെയ്യുന്നത്, 2+1 ചെയ്തു. 2+1 നമ്മളുടെ കോഎഫിഷ്യൻറ്റ് സം ചെയ്തു. C-ൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. 2+1 എടുത്തു. ദെൻ നമുക്ക് എന്താ ചെയ്യുന്നത്, C ഇൻറ്റു G ഓഫ് N ചെയ്യണം, F ഓഫ് N ചെയ്യാം. അപ്പോൾ F ഓഫ് N-ൻ്റെ അകത്ത് N-ന് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയാണ്. 0 തൊട്ടാണ് നടക്കുന്നത്. 0, 1, 2, 3 നമ്മൾ വാല്യൂ കൊടുത്തു. C ഇൻറ്റു G ഓഫ് N-നും സെയിം ഐഡിയ തന്നെ. നമ്മൾ C എന്ന് പറയുന്ന സാധനം 3 ആണ് എടുത്തു. അപ്പോൾ 3 ഇൻറ്റു N² എന്ന് പറഞ്ഞാൽ നമുക്ക് G ഓഫ് N എന്ന് പറഞ്ഞ ഓർഡറാണ് നമുക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞ് N² എന്ന് പറയുന്നതാണ് നമുക്കിവിടെ എടുക്കേണ്ട ഓർഡർ ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് N² എന്ന് പറയുന്ന സാധനം ഓർഡറാണ്. C ഇൻറ്റു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇൻറ്റു N² എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡറാണ്. ഓക്കെ, അതാണ് നമ്മുടെ വാല്യൂ. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. N0 കൊടുക്കുന്നു, ഫസ്റ്റത്തേത്, പിന്നെ 1 കൊടുക്കുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് ഈ സം എടുത്തതുകൊണ്ട് നമുക്കറിയാം N0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും വരുന്നത്. 90%, 100% ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈക്വലായിട്ട് വരുന്നുണ്ട്. അതായത് ഇത് രണ്ടെണ്ണം വാല്യൂ ഈക്വലായി വന്നു. പിന്നെ അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ C ഇൻറ്റു G ഓഫ് N ആയിരിക്കും ഏറ്റവും വാല്യൂ കൂടുതൽ. നോക്കിക്കാൻ മറ്റേതിനേക്കാളും കമ്പയർ ചെയ്യുന്നത്. അതായത് ഇവിടെ 5 വന്നപ്പോൾ 12 ആണ് വന്നത്. പിന്നെ നമുക്ക് 7 വന്നപ്പോൾ 27 ആണ് വന്നത്. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് തൊട്ട് നമുക്ക് ഈ 2 കോൺസ്റ്റൻറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം, നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം N0 ഈക്വൽ ടു N0 ആണ്. ഓക്കെ, അപ്പോൾ N0 ഈക്വൽ ടു 1 തൊട്ട് ഈ പറയുന്ന കണ്ടീഷൻ വാല്യൂ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അതായത് നമ്മുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇത് ബിഗ് O ആണ് എന്ന് നമ്മൾ എഴുതി നിർത്തിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കാര്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ F ഓഫ് N എന്താണ് നമ്മൾ തന്ന കാര്യം എഴുതുക. ദെൻ നമ്മൾ C-യുടെ വാല്യൂ കണ്ടുപിടിക്കാം. C-യുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കോഎഫിഷ്യൻറ്റ് സം ചെയ്ത് അതിന് നമ്മൾ C-യുടെ വാല്യൂ ആയിട്ട് എടുത്തേക്കുക. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദെൻ നമ്മൾ ഈ തന്നേക്കുന്നതിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓർഡർ ഫൈൻഡ് ചെയ്യുക. ഇനി അതല്ല ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്ന ഓർഡർ നമ്മൾ എടുത്തെത്തുക. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, C ഇൻറ്റു G ഓഫ് N എഴുതുക. അതെന്താണ് നമ്മൾ എഴുതണം, പെട്ടി എഴുതുന്ന കൂട്ടത്തിൽ, അല്ലാതെ നമ്മൾ നോർമലായിട്ട് ഇത് എഴുതണം. കാര്യം നമുക്ക് ഇത് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഇത്. ഓക്കെ, C ഇൻറ്റു G ഓഫ് N എന്താണെന്ന് ഇക്വേഷനായിട്ട് എഴുതുക. നമുക്കിവിടെ 3n² ആണ് വന്നിരിക്കുന്നത്. F ഓഫ് N എന്താണെന്ന് നമ്മളൊരു ഇക്വേഷനായിട്ട് എഴുതുന്നു. ദെൻ നമ്മളിതിൽ 2 പേര് പെട്ടിയായിട്ട് വരയ്ക്കുന്നു. നമ്മൾ ആദ്യത്തേൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കൊടുക്കുന്നു, ഇത് എന്താ. ഓക്കെ, എന്നിട്ട് നമ്മൾ C ഇൻറ്റു G ഓഫ് N കൊടുക്കുന്നു, ഇവിടെ F ഓഫ് N കൊടുക്കുന്നു. ദെൻ നമുക്ക് ഇതിന് വാല്യൂ നോക്കുന്നു. ദെൻ നമുക്ക് N0 എന്ന് പറഞ്ഞ വാല്യൂ, ഇപ്പോൾ നമുക്കറിയാം N0 90% 1 തന്നെയായിരിക്കും വരുന്നത്. എപ്പം നമ്മൾ കോഎഫിഷ്യൻറ്റ് സമ്മാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഐഡിയ ഒക്കെ ചെയ്യുന്നു. ദെൻ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കുന്നു. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുകയും ഒരു പോയിന്റിലെത്തുമ്പോൾ അത് 90% N0യുടെ വാല്യൂ 1 ആയിരിക്കും. ദെൻ നമ്മൾ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ബിഗ് O ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് നടക്കാം. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് യൂണിവേഴ്സിറ്റി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ബിഗ് O ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് ബിഗ് Oയുടെ കണ്ടീഷൻ തന്നെയാണ്. ഇത് ബിഗ് O ആണ് നമുക്കൊരു 90% ഈ പറയുന്ന പോലെ ഒരു പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് 3 എണ്ണത്തിൻ്റെയും കൂടി ഒരു ഡെഫിനിഷൻ എഴുതാനുള്ള രീതിയിലായിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബിഗ് O പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. F ഓഫ് N എന്ന് പറയുന്നത് 3n³ ആണ്, പ്ലസ് 2n പ്ലസ് 7 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളോട് ഇത് തന്നെ ബിഗ് O ആണോ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ഓർഡറൊന്നും അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യമേ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഓർഡർ കണ്ടുപിടിക്കാം. അതാണ് G ഓഫ് N എന്ന് പറയുന്ന സാധനം. ഈ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓർഡറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഓർഡർ എങ്ങനെയാണ്, ഹയസ്റ്റ് ഡിഗ്രികളൊന്നും എടുക്കുക. ദാറ്റ് മീൻസ് ഇവിടെ 3n³ ആണ്. സോ നമുക്കിതാണ് ഹയസ്റ്റ് ഡിഗ്രി. നമ്മൾ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് വേണ്ട. നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡ്രോപ്പ് ചെയ്തു. സോ നമുക്ക് 3n³ n³ മാത്രമാണ് നമ്മുടെ ഓർഡർ. സോ നമ്മളിവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് ഇതിൻ്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതി പോകണം. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ഓർഡർ കണ്ടുപിടിച്ച് n³ ആണ്. ദെൻ നമ്മൾ ഇനി എന്താ, നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, നമുക്ക് C-യുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് അറിയാം C-യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, കോഎഫിഷ്യൻ്റ് എല്ലാം കൂടി ആഡ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളുടെ കോഎഫിഷ്യൻ്റ് നമ്മൾ ആഡ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യാൻ നമുക്കറിയാം, ഇവിടെ 3 ആണ്, 3 + 2 5 ആണ്, 5 + 7 എത്രയാണ്, 12 ആണ്. ഓക്കെ, അപ്പോൾ C-യുടെ വാല്യൂ നമുക്ക് കിട്ടി, എന്താണ്, 12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് പറഞ്ഞത്, C-യുടെ വാല്യൂ 12 കിട്ടി. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, C ഇൻറ്റു G ഓഫ് N ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് n³ നമുക്കറിയാം.
സോ നമ്മൾ സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന 12 ഇൻറ്റു എൻ ക്യൂബ് നടത്തും. അതാണ് സി ഇൻറ്റു ജി ഓഫ് എൻ. ഓക്കെ, ഇതാണ് നമ്മൾ എന്താ ചെയ്യുക, എഫ് ഓഫ് എന്നും നമ്മൾ കണ്ടുപിടിക്കാം. എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കണ്ടിട്ടുണ്ടാകും, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. 3n ക്യൂബ് പ്ലസ് 2n പ്ലസ് 7. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യണം, എന്നിന് വാല്യൂ കൊടുത്താൽ എന്നിന് വാല്യൂ 0 തൊട്ട് കൊടുക്കണം. 0, 1, 2, 3, 4, 5. ഓക്കെ, കുറച്ച് വാല്യൂ എഴുതുക. നമുക്കൊരു ഇവിടം വരെയൊക്കെ മതി. ഓക്കെ, ചുമ്മാ ഞാൻ ഒന്ന് എഴുതി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് എന്നിന് വാല്യൂ കൊടുക്കുക, 0 കൊടുക്കുക, എഫ് ഓഫ് എന്നിന് കൊടുക്കുക. ഇത് നമുക്കൊരു ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഈ 2 മാത്രം കിട്ടിയാൽ മതി. ചിലവത്ത് ഇങ്ങനെ മിസ്റ്റേക്ക് വരുന്നതാണ്. അപ്പോൾ ഒന്ന് നോക്കിയാണ്. ഓക്കെ, എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ചു, സി ഇൻറ്റു ജി ഓഫ് എൻ കണ്ടുപിടിച്ചു. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ കോഎഫിഷ്യൻ്റ് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 90% കിട്ടുന്നത് എന്തായിരിക്കും, n0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. നിങ്ങൾ ഫസ്റ്റ് 1ലേക്കൊന്ന് നോക്കുക. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യമത്തെ അതായത് 0 കൊടുത്ത് കഴിയുമ്പോൾ 2 0 ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന 7 ഈ സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്ന സാധനം 0 ആവുന്നത്. അപ്പം ഇവിടെ എഫ് ഓഫ് എൻ ആണ് കൂടുതൽ വന്നേക്കുന്നത്. ദെൻ നിങ്ങൾക്ക് n0 എന്ന് പറയുന്ന സാധനം 1 കൊടുത്തപ്പം, അതായത് എന്നിൻ്റെ വാല്യൂ 1 കൊടുത്തപ്പോൾ നിങ്ങൾക്കറിയാം ഇത് 2 സെയിം ആയി വന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടം തൊട്ട് നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആവും അല്ലേ, ബിഗ് ഓ ആണ്. അതായത് ഈക്വൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണെന്നാണ് നമ്മുടെ ഡെഫിനേഷനിൽ പറയുന്നത്. ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ വരണം. എന്ത് ഗ്രേറ്റർ വരണം, സി ഇൻറ്റു ജി ഓഫ് എൻ ഗ്രേറ്റർ വരണം. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുകയാണ്, 35 ആണ് എഫ് ഓഫ് എൻ വന്നത്, അതേസമയം സി ഇൻറ്റു ജി ഓഫ് എൻ വന്നത് 96 ആണ്. അപ്പം ഓക്കെ, ഇത് ഗ്രേറ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രേറ്റർ ആവുകയാണ് ചെയ്യുന്നത്. സി ഇൻറ്റു ജി ഓഫ് എൻ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ഗ്രേറ്റർ ആവുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റാണ് n0. അപ്പോൾ ആ n0 നമുക്ക് കണ്ടുപിടിച്ചു, സിയും നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ പെട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ദിസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ എന്താണ്, n0 എന്ന് പറഞ്ഞ വാല്യൂ 1 ആണ്, സിൻ്റെ വാല്യൂ ഈ പറയുന്ന പോലെ 12 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിസ് കണ്ടീഷൻസ് നമുക്ക് ബിഗ് ഓ എന്ന് പറയുന്ന സംഭവത്തിന് കണ്ടീഷൻ ഓക്കെ ആണ്. സോ നമുക്ക് ഇച്ച എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഓർഡർ ഓഫ് എൻ ക്യൂബ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തിരിക്കുന്നു. എന്ത് ബിഗ് ഓ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ ചെയ്യാൻ നമുക്കൊരു 3 മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സി കണ്ടുപിടിക്കുന്നത് മാത്രമേ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ബാക്കി ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് കിട്ടും, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫ് ഒന്ന് നോക്കാം. അതായത് ബിഗ് ഓയുടെ ഗ്രാഫ് ഒന്ന് നോക്കാം. നമ്മൾ എന്താണ് തിയറിയിൽ പറഞ്ഞത്, അതായത് നമ്മുടെ ഡെഫിനിഷൻ എന്താണ്, ഇത് ബിഗ് ഓ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോൺസ്റ്റൻറ്റ് വേണം. അതൊരു കോൺസ്റ്റൻറ്റ് സി ആണോ, ഒരു കോൺസ്റ്റൻറ്റ് n0 ആണോ, സച്ച് ദാറ്റ് എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ആവണം. എപ്പം എന്നിൻ്റെ വാല്യൂ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കണം വലുത്. അതാണ് നമ്മൾ ഈ ഗ്രാഫിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് എങ്ങനെ പോകുന്നത് നമ്മൾ ബാധിക്കുന്നില്ല. n0 എന്ന് പറയുന്നൊരു പോയിന്റിലെത്തി, അത് കഴിഞ്ഞിട്ട് സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കും വലുത്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗ്രേറ്റർ. അപ്പോൾ എഫ് ഓഫ് എൻ താഴെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡെഫിനിഷനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ബിഗ് ഓ എന്താണെന്ന് നമ്മൾ എഴുതണം, ഈ ഗ്രാഫും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഐഡിയ മനസ്സിലാക്കി പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊരു ഡെഫിനിഷനകത്ത് എന്താണ് ബിഗ് ഓ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഇത് തന്നെ എഴുതണം. നമുക്ക് തോന്നിയ പോലെ എഴുതിയിട്ട് മാർക്ക് കിട്ടത്തില്ല. ഇതാണ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. ഓക്കെ, ഈ ഡെഫിനിഷൻ എഴുതുക. ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാഫ് ഒന്ന് വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് n0 എത്തിക്കഴിയുമ്പോൾ മാത്രം നമുക്ക് സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കണം മേളിൽ നിന്ന് ഇതിൻ്റെ ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ബിഗ് ഓ എന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സി കണ്ടുപിടിക്കുന്ന വാല്യൂ ഓഫ് സി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ സംഭവം ഫോളോ ചെയ്യരുത്, ഇത് നിങ്ങൾ ഫോളോ ചെയ്യും. കാര്യം ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. n0 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് കുറേ എഴുതി കഴിഞ്ഞായിരിക്കും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മുടെ പിള്ളേർ ഫോളോ ചെയ്യേണ്ടത് ഇതായിരിക്കാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ഓഫ് സിംപിളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കാം ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് നമ്മൾ രണ്ടാമത്തേക്ക് പോയേക്കാണ് ബിഗ് ഒമേഗ നൊട്ടേഷൻ. സെയിം ഐഡിയ തന്നെയാണ്. നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിന് എഫ് ഓഫ് എൻ ആയിരിക്കും ഗെറ്റർ. നമ്മൾ ആദ്യമേ പറഞ്ഞ എന്താണ്, നമ്മൾ ബിഗ് ഓയിൽ പറഞ്ഞ എന്താണ്, സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കണം വലുതെന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പോയിന്റ്. ആ പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ n0 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എത്തുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എൻ ആയിരിക്കും ഗ്രേറ്റർ ഒരു പർട്ടിക്കുലർ പോയിന്റ്. ആ പർട്ടിക്കുലർ പോയിന്റ് എന്താണ്, n0 തന്നെയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ n0 തന്നെയാണ്. ഓക്കെ, ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് n0 തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ വ്യത്യാസം വരുന്നത് വേറെ എല്ലാം ഒക്കെയാണ്. അതായത് ഒരു 2 പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ഉണ്ടാവണം. സച്ച് ദാറ്റ് എഫ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനം ലെസ് ദാൻ അല്ല വരുന്നത്, സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാളും വലുതായിരിക്കണം, അതിൻ്റെ ഈക്വലായി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എനിക്ക് ഐഡിയ മനസ്സിലായ ഉദ്ദേശിക്കുകയാണ് ഗ്രാഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അവർ നമ്മൾ എടുത്തു, സി ഇൻറ്റു ജി ഓഫ് എൻ ഒരു പോയിന്റിനേക്കാളും മേലിലെത്തണം. ഇവിടെ നമ്മൾ നേരെ തിരിച്ചെടുക്കുന്നു, എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിനേക്കാളും മേലിൽ അപ്പം വാല്യൂ പിന്നെ കൂടിക്കൊണ്ടേ ഇരിക്കാവുള്ളൂ. ഓക്കെ, അതാണ് ബിഗ് ഒമേഗ നൊട്ടേഷൻ. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ സി എടുക്കാം. അതായത് സിയുടെ വാല്യൂ നമ്മൾ സെയിം ഐഡിയ തന്നെയായിട്ട് ഒരു ബിഗ് ഒമേഗ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളാണ്. ഓക്കെ,
മറ്റേത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ബാക്കിയാണ് ഇവിടെ സീറോ വാല്യൂ എടുക്കണമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഹയസ്റ്റ് ഡിഗ്രി ഉള്ള സാധനത്തിൻ്റെ കോഎഫിഷ്യൻറ്റിനേക്കാൾ കുഞ്ഞിതായിരിക്കാം നമ്മളെ സ്വീകരിക്കുന്ന വാല്യൂ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. 3n+2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഹയസ്റ്റ് ഡിഗ്രി എന്താണ്? n ആണ്. ഇതിനേക്കാളും അതിൻ്റെ കോഎഫിഷ്യൻറ്റിനേക്കാൾ കുറഞ്ഞ വാല്യൂ. നിങ്ങൾ കുറഞ്ഞ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? ഇതിൽ നമ്മൾ കോഎഫിഷ്യൻ്റ് വന്നിരിക്കുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും ഒരു കുറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 2 കൊടുക്കാം. സിക്ക് 2 കൊടുക്കാം, സിക്ക് 1 വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും 2 കൊടുക്കുക, അതായത് ഒരൊറ്റ വാല്യൂ കുറഞ്ഞത് എടുക്കുക, തൊട്ട് താഴെയുള്ളത് എടുക്കുക. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ അതിനേക്കാൾ തൊട്ട് താഴെയുള്ളത് എടുക്കുക. ദെൻ നമ്മൾ സെയിം ഐഡിയ തന്നെയാണ്. അപ്പോൾ n0 നമ്മൾ കണ്ടുപിടിക്കുക. n0 നമ്മൾ അതുപോലെ തന്നെ f(n) എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചു. c × g(n) കൊടുക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് c × g(n)നേക്കാളും വലുതായിരിക്കും f(n). അപ്പോൾ ആ പോയിന്റ് ഏതാണെന്ന് നോക്കുക. 0 കൊടുത്തപ്പോൾ തന്നെ ഇവിടെ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. കാര്യം 0 കൊടുത്തപ്പോൾ തന്നെ എന്നിൻ്റെ f(n)ൻ്റെ വാല്യൂ 2 ആണ്. അതേസമയം c × g(n)ൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ അങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കണ്ടീഷൻ ഓക്കെയാണ്. സോ നമുക്ക് n0 എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന പോലെ 0 എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സെയിം ആയിട്ട് തന്നെയാണ്. ആദ്യം നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുന്നു. ഓർഡർ എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് എന്നാണ്. സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. f(n) എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തു. then നമ്മൾ സിയുടെ വാല്യൂ കൊടുത്തു. സിയുടെ വാല്യൂ ഇങ്ങനെ കൊടുക്കുന്നത് തൊട്ട് താഴെ വാല്യൂ എടുക്കുക, കുറവുള്ളത്, അതായത് ഏറ്റവും ഹൈസ്റ്റ് ഡിഗ്രി ഉള്ള ടൈമിൻ്റെ കോഎഫിഷ്യൻറ്റിനേക്കാളും വേറെന്തെങ്കിലും കുറച്ചുള്ളത് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സിയുടെ 2-ന് പകരം 1 എടുക്കാം. ഇന്നത് ചെയ്ത് നോക്കുക. പക്ഷേ നമ്മൾ സിയുടെ വാല്യൂ തൊട്ട് താഴെയുള്ളത് എടുക്കുന്നതായും ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ എളുപ്പം. ഓക്കെ, ദെൻ നമ്മൾ c × g(n) എഴുതുക, f(n) എഴുതുക, കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ഡെഫിനിഷനിൽ പ്രകാരം പറഞ്ഞിരിക്കുന്ന പോലെ f(n) എന്ന് പറയുന്നത് > c × g(n) ആയിരുന്ന ഫസ്റ്റ് പോയിന്റ് എഴുതുക. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 0 എന്ന് പറയുന്ന n-ൻ്റെ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് n0 വരുന്നു, നമുക്ക് n-ൻ്റെ വാല്യൂ 0 തൊട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് ഈ പറയുന്ന സാധനം കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. സോ നമുക്കിതൊരു ബിഗ് ഒമേഗ നൊട്ടേഷൻ ആണ് ഈ പറയുന്ന കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സെയിം ആയിട്ട് ഞാൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇപ്പോൾ പിന്നെ പറയുന്നത് 5n+10 ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുക, ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് എന്നാണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. അതിനേക്കാൾ തൊട്ട് താഴെയുള്ള ഒരു വാല്യൂ എടുക്കുക. കുറഞ്ഞത് എടുക്കാവുള്ളൂ, ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എടുക്കരുത്. ഓക്കെ, എങ്ങനെ എടുത്താൽ നമുക്ക് പ്രശ്നമാവും. നമ്മളിവിടെ കുറഞ്ഞത് എടുക്കാം, നമുക്ക് 4 എടുക്കാം. കാര്യം 5 ആണ് നമ്മുടെ കോഎഫിഷ്യൻറ്റ്. അതിനൊക്കെ എന്തായാലും നിങ്ങൾക്ക് 3 2 ഒക്കെ എടുക്കാം. പക്ഷെ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് 4 ആയിരിക്കും. കാര്യം നമ്മളെപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സിയുടെ വാല്യൂ 4 എടുക്കുക. ദെൻ സെയിം ആയിട്ട് തന്നെ നമ്മൾ പെറ്റി വരച്ചു, നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് n0 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 0 എന്ന ഔട്ട് കിട്ടി. 0 തൊട്ട് ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഏതാണ് കണ്ടീഷൻ? c × g(n) എന്ന് പറയുന്ന സാധനം താഴെയായിരിക്കും ഇതിനേക്കാളും f(n)നേക്കാളും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റേതിലൊക്കെ ഇത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഐഡിയയും ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മൾ സെയിം ഐഡിയ തന്നെ നമ്മളിവിടെ കൊടുത്തു, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് കേസാണ്, അതായത് നമ്മൾ ബിഗ് ഒ പഠിച്ചു, ദെൻ ബിഗ് ഒമേഗ പഠിച്ചു. ഇനി നമുക്ക് തീറ്റയും കൂടി പഠിച്ചാൽ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞ് പാർട്ട് നമുക്ക് ഇവിടെ തീർക്കാം. ഓക്കെ, ബിഗ് തീറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിഗ് തീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ 2 സിയുടെ വാല്യൂ ആണ്. ഓക്കെ, അതായത് 2 പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ഉണ്ട്. അതായത് 2 കോൺസ്റ്റൻറ്റ്സ് ഉണ്ട്. c 2 ഉണ്ട്, അതായത് c1ഉം c2 ഉണ്ടാവും. പിന്നെ ഒരു n0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. സച്ച് ദാറ്റ് c1 × g(n) <= f(n) <= c2 × g(n). അതായത് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ ഈ ഒരു ഐഡിയ മാത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഈ ഒരു പാർട്ട് മാത്രം. അതായത് നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. 2 കോൺസ്റ്റൻറ്റ്സ് ഉണ്ടാവും. അതായത് c1 ഉണ്ട്, c1 × g(n) ഉണ്ട്, c2 × g(n) ഉണ്ട്. നമ്മൾ അവിടേക്ക് നേരത്തെ ഇതുവരെ എടുത്ത 2 കേസിലും ഒരു കോൺസ്റ്റൻറ്റ്, ഒരു സിയുടെ വാല്യൂ മാത്രം നമ്മൾ എടുക്കുന്നുണ്ടാക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 ഉണ്ട്. നമ്മുടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2ത്തെയും നടുക്കായിരിക്കും f(n) വാല്യൂ. അതായത് ഈ 2 വാല്യൂടെ നടുക്കായിരിക്കും. അതായത് നിങ്ങൾക്ക് ആലോചിക്കുക, c1 × g(n) എന്ന് പറയുന്ന ഒരു 10 ആണെന്ന് വിചാരിക്കുക, c2 × g(n) എന്ന് പറയുന്നത് 70 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ f(n)ൻ്റെ വാല്യൂ ഒരു 15. അല്ലെങ്കിൽ ഈ പറയുന്നത് ഇതിൻ്റെ 2ൻ്റെയും ഇടയ്ക്ക്, അതായത് ഒരു ലോവർ ബൗണ്ടർ ഉണ്ടാവും, ഒരു അപ്പർ ബൗണ്ടർ ഉണ്ടാവും f(n). ഇപ്പോൾ f(n) എന്ന് പറയുന്ന വാല്യൂ ഇതിൻ്റെ 2ൻ്റെയും ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. f(n) എന്ന് പറയുന്ന സാധനം സാൻഡ്വിച്ചഡ് ബിറ്റ്വീൻ 2 മൾട്ടിപ്പിൾസ് ഓഫ് g(n) ആയിരിക്കും പറ്റുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസ് നമ്മൾ എക്സാമ്പിൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്കൊരു ഫോണുണ്ട്, 15,000 രൂപയുണ്ട്, 20,000 രൂപയുണ്ട്. നമ്മുടെ ഫോണെന്ന് പറയുന്നൊരു 20,000 നമുക്കൊരു 15,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, 20,000 രൂപ കയ്യിലുണ്ട്. നമ്മളുടെ ഫോണിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ 20,000 രൂപയാണെങ്കിൽ ഈ ഒരു ലിമിറ്റിൽ നമുക്ക് നിൽക്കും. അതാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഐഡിയ. ഓക്കെ, അതായത് ഒരു അപ്പർ ബൗണ്ടും ഉണ്ട്, ഒരു ലോവർ ബൗണ്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ പറഞ്ഞിരിക്കുന്ന ആവറേജ് അല്ലെങ്കിൽ അറൗണ്ട് ബൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വാല്യൂ ആണ് N0 എന്ന് പറയുന്നത്. സെയിം ഐ ഡി തന്നെയാണ്, മറ്റുള്ള പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് 2 കോൺസ്റ്റൻറ്റ് എടുക്കാം, C1 ഉം C2 എടുക്കാം. ദെൻ നമ്മൾ N0 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ C1 എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. C1 എന്ന് പറയുന്ന സാധനം നമ്മൾ എടുക്കുന്നത് നമുക്ക് സ്മോളസ്റ്റ് കോഎഫിഷ്യൻ്റ്, അതായത് നമ്മൾ ബിഗ് ഒമേഗയിൽ നമ്മൾ എങ്ങനെ കോൺസ്റ്റൻറ്റ് എടുത്തു, എങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് എടുത്തത്, ഹയസ്റ്റ് ഓർഡർ ഉള്ളത് എടുക്കുക, ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് എടുക്കുക, അതിൻ്റെ കോഎഫിഷ്യൻറ്റിനേക്കാളും കുറഞ്ഞ വാല്യൂ, അതാണ് നമ്മൾ ബിഗ് ഒമേഗയിൽ എടുത്തത് അല്ലേ. അപ്പം അങ്ങനെ എടുക്കാം. C1 നമ്മൾ അങ്ങനെ എടുക്കുക. C2 നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇത് C2 നമ്മൾ എന്താ ചെയ്യുന്നത്, ബിഗ് ഓയിൽ എടുക്കുക. അതായത് ഇത് ബിഗ് ഓയുടെ കണ്ടീഷനാണ് നമ്മൾ C2 ചെയ്യുന്നത്. അതേസമയം C1 നമ്മൾ ചെയ്യുന്നത് ബിഗ് ഒമേഗ. ബിഗ് എന്ന് പറയുന്ന സാധനം നോക്കണ്ട, ഒമേഗ എന്ന് പറയുന്ന സാധനത്തിലാണ് ഇങ്ങനെ നമ്മൾ C എടുത്തു, അതുപോലെ തന്നെ എടുക്കുന്നത്. അതൊക്കെ ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുക. ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ FFN എന്ന് പറയുന്നത് 3n+2 തന്നെ നമ്മൾ പിന്നെ എടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്ന സാധനം എന്നാന്ന് നമുക്ക് കിട്ടി. then നമുക്ക് 2 കോൺസെപ്റ്റ് എടുക്കണം, C1 എടുക്കണം, C2 എടുക്കണം. അപ്പോൾ C1 എന്താണ്, C1 എന്തെങ്കിലും ഇങ്ങനെ എടുക്കുന്നത്. C1 നമുക്ക് പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് C1 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഐഡിയ, അതായത് രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബിഗ് ഒമേഗ. അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു C എടുത്തത് എന്തായിരുന്നു പറഞ്ഞത്, ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മൾ C എടുത്തത് എങ്ങനെയായിരുന്നു, നമ്മൾ C എടുത്തത് ഈ കോഎഫിഷ്യൻ്റ് എടുക്കുന്നു, അതായത് ഹയസ്റ്റ് ഡിഗ്രിയുള്ള ടേം എടുക്കുന്നു, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുന്നു, അതിനേക്കാളും ഒരു വാല്യൂ കുറഞ്ഞത് നമ്മൾ എടുക്കുന്നു അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്, അതെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് N ആയിരുന്നു, ഇവിടെ നമുക്ക് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 3 ആയിരുന്നു, അതിനേക്കാളും ഒരു വാല്യൂ കുറഞ്ഞെടുത്തു, 2 എടുത്തു. സിമ്പിൾ അല്ലേ. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നൊന്നും വിചാരിച്ച് വെച്ചേക്കരുത്. ചില പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് മാത്രമേ 3 സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ C2 എന്ന് പറയുന്ന സാധനം എന്താണ്, കോഎഫിഷ്യൻ്റ് സം എടുക്കുക. ഏറ്റവും ഫസ്റ്റത്തെ കേസ് നമ്മളിവിടെ പഠിച്ചത് ബിഗ് ഓ. ഓക്കെ, അതാണ് C2. ഇങ്ങനെ രണ്ട് കോഎഫിഷ്യൻ്റ് എടുക്കാം. ഇവിടെ ഇത് മാത്രമേ നമുക്കൊരു പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കോൺസ്റ്റൻറ്റ് എടുക്കുന്ന ഐഡിയ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ കോൺസ്റ്റൻറ്റ് എങ്ങനെയായിരുന്നു എടുക്കുന്നത്, അതായത് ബിഗ് ഓയിൽ നമ്മളെങ്ങനെ എടുത്തത് കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, റെക്കമെൻഡഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഒമേഗയിൽ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ടേമിൻ്റെ കോഎഫിഷ്യൻറ്റിനേക്കാളും ഒരു വാല്യൂ കുറച്ചെടുക്കുക. സെയിം ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ C1 C2 അപ്ലൈ ചെയ്തു. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ C1 ഇൻറ്റു ഓർഡറും C2 ഇൻറ്റു ഓർഡറും, അതായത് C1 ഇൻറ്റു G(n), C2 ഇൻറ്റു G(n)നെക്കാളും എന്നിട്ടേയും നടുക്കായിരിക്കും FN എന്ന് പറഞ്ഞ വാല്യൂ പറഞ്ഞേക്കുക. നിങ്ങൾ ഗ്രാഫ് നോക്കുക, C2 ഇൻറ്റു G(n) ഉണ്ട്, C1 ഇൻറ്റു G(n) ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിരിക്കും FN എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിനെ പറഞ്ഞാൽ N0. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് N0 കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെ, അതായത് ഈ ഇതിൻ്റെയും ഇടയ്ക്കാണോ 2 വരുന്നത്, അല്ല. ഒരു അപ്പർ ബൗണ്ടും ഉണ്ട്, ഒരു ലോവർ ബൗണ്ടും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കാണോ ഇത് വരുന്നതല്ല. ടെക്സ്റ്റ് എന്നിൻ്റെ വാല്യൂ 1 എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ നോക്കേണ്ടത്, C1 ഇൻറ്റു G(n) നോക്കുക, C2 ഇൻറ്റു G(n) നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ആയാലും മതി കേട്ടോ. നമ്മുടെ കണ്ടീഷൻ നോക്കുക, ഈക്വൽ ആയാലും മതി കേട്ടോ. ഒരു ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്. അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ 1 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് അതേന്ന് മനസ്സിലായി കാര്യം. 5 എന്ന് പറയുന്ന ഒരു അപ്പർ ബൗണ്ടുണ്ട്, 2 എന്ന് പറഞ്ഞൊരു ലോവർ ബൗണ്ടുണ്ട്. പക്ഷെ നമ്മുടെ FFN എന്ന് പറഞ്ഞ വാല്യൂ വന്നേക്കുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ലിമിറ്റിൻ്റെ അകത്താണ് വന്നേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വന്ന സാധനത്തിന് നമ്മൾ N0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നമ്മൾ അസ്യൂഷ്യൽ എല്ലാത്തിനും കൊടുത്തത് അങ്ങനെയാണ്. നമുക്ക് N0 എന്ന് പറയുന്ന സാധനം കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ താഴോട്ട് വേണമെങ്കിൽ നോക്കാം. എന്നിൻ്റെ വാല്യൂ 2 കൊടുത്തപ്പോൾ എന്താ, ഈ സംഭവത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിൻ്റെ വാല്യൂ 2 കൊടുത്തു, 3 ഇൻറ്റു 2 6 + 2 8 വരും, FFN 8 വന്നു. ദെൻ നിങ്ങൾക്ക് C1 ഇൻറ്റു G(n) എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് C1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 2 ആയിരുന്നു, 2 ഇൻറ്റു ഈ പറയുന്ന G(n) എന്ന് പറയുന്ന നമ്മൾ ഓർഡറാണ്, 2 ഇൻറ്റു n കൊടുത്തു. അപ്പോൾ നമുക്ക് 4 വന്നു, 10 വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഇട്ട് ചെയ്താൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട്, അതായത് ഈക്വൽ വരുന്ന സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു ഐഡിയ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് N0 എന്ന് പറയുന്നത് ഇതിന് താഴോട്ടുള്ള ഏത് വാല്യൂ എടുത്താലും അത് N0 തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മാർക്കൊന്നും പോകത്തില്ല. അതായത് നമുക്കൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എഴുതിയാൽ മതി N0 എന്ന് പറയുന്നത്. പക്ഷേ അതിന് താഴേക്ക് എല്ലാം കറക്റ്റ് ആണോ നോക്കാം. നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പാഠമുള്ള കാര്യമല്ല. അതായത് 2 വാല്യൂൻ്റെ ഇടയ്ക്കാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ വരുന്നത് നോക്കുക. സിമ്പിൾ ഐഡിയ ആണ്. C1 ഇൻറ്റു G(n) ചെയ്യുക, C2 ഇൻറ്റു G(n) ചെയ്യുക. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണോ FFN വരുന്നത് നോക്കുക. ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഓക്കെയാണ്, കണ്ടീഷൻ ഓക്കെയാണ്. നിങ്ങൾ N=2 വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. ഇവിടെ വന്നേക്കുന്നത് 4ഉം 10ഉം ആണ്. 4ൻ്റെ 10ൻ്റെ ഇടയ്ക്കാണോ 8 വന്നേക്കുന്നത്, ആണ്.
അതെ, ഇതിൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് ഇതുവരെ ഐഡിയ തന്നെ കിട്ടും. അതായത് 6-ൻ്റെയും 15-ൻ്റെയും ഇടയ്ക്കാണോ നിങ്ങൾക്ക് 11? അതെ, നമുക്കറിയാം. ഇനി അങ്ങോട്ട് പോയ എല്ലായിടത്തും ഇതേപോലെ ഒരു ഇതിലായിരിക്കും എഫ് ഓഫ് എന്ന് പറയുന്നത്, പിന്നെ നടുക്കായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഒരു N0 എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. അതിനുശേഷം ഈ പറയുന്ന ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കായിരിക്കും എഫ് ഓഫ് എന്ന് വെക്കുന്നത്. അതായത് ഞാൻ പറയുന്നതാണ് ആവറേജ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടിയത് പ്രതീക്ഷിക്കുകയാണ്. ബിഗ് ഒ, ഒമേഗ, ദെൻ തീറ്റ, ഈ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ അസിൻറ്റോട്ടിക് നൊട്ടേഷൻ പഠിച്ചു. ദെൻ നമുക്ക് ഏറ്റവും ആദ്യം ഒരു ചെറിയ ടോപ്പിക്ക് പഠിച്ചു. അതെന്താ ബെസ്റ്റ് കേസ് മോസ്റ്റ് കേസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ടോപ്പിക്ക് കൂടി നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഈ ടോപ്പിക്സിന് നമുക്ക് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുന്നത്. അപ്പോൾ എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇത് 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഡെഫിനിഷനാണ് നമ്മൾ ഈ തക്ക്. നിങ്ങൾ ചുമ്മാ നമ്മൾ ഈ പറയുന്ന ഐഡിയ എഴുതി വെച്ചിട്ട് നമുക്ക് അവിടെ മാർക്ക് വീണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് സിലബസിലും പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്താണ് നമ്മൾ എഴുതുക. ഇത് നമുക്ക് 3 എണ്ണം ഉണ്ടെന്ന് അറിയാം. അതാണ് എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ 3 എണ്ണം ബിഗ് ഒമേഗ, പിന്നെ തീറ്റ, ഈ 3 കാര്യം എഴുതുക. ഇത് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതി പോവുക. ഓക്കെ, അത് നമുക്ക് 4 മാർക്ക് ചോദിച്ചിട്ടുണ്ട് 2020 നോട്ട്സിൽ. നമ്മൾ ഓൾറെഡി ഉള്ളതെന്നാണ് കേട്ടോ പിന്നെ നമ്മൾ എഴുതാത്തത്. ഇത് നമ്മൾ പെർഫോമൻസ് ഓഫ് ദി അൽഗോരിതം എങ്ങനെയാണല്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ്, ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 10 മാർക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു എക്സാമിനാണ്. ഓക്കെ, നമുക്കിവിടെ പഠിക്കാവുന്നത് ഇത് ഏറ്റവും ആദ്യമേ ഞാൻ എടുത്ത ടോപ്പിക്കാണ്. നമ്മൾ ലീനിയർ റിസർച്ച് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലീനിയർ റിസർച്ച് തന്നെയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ ആ പ്രോഗ്രാം എഴുതുക, ആ ഫംഗ്ഷൻ വെച്ചിട്ട് ആ സംഭവം കോൾ ചെയ്യുന്നു. ദെൻ നമ്മൾ അവിടെ ഫംഗ്ഷൻ കോൾ എന്താണ് നടക്കുന്നതെന്ന് എഴുതുക. ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു ആറൊക്കെ വരച്ച് എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യുകയായിരിക്കും. നമുക്ക് 10 മാർക്കിൻ്റെ ചോദിച്ചേക്കാം. പിന്നെ ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് എഴുതുക. പിന്നെ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ ഓർഡർ ഓഫ് ഗ്രോത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ ഒരു കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. അത് ബെസ്റ്റ് കേസിൽ കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. ബെസ്റ്റ് കേസ് എന്താണ്, ഏറ്റവും ആദ്യത്തെ പൊസിഷനിൽ തന്നെ നമുക്ക് വേണ്ട എലമെൻറ്റ് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞ്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്, രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേഴ്സ്റ്റ് കേസാണ്. അതായത് ഒന്നുകിൽ ആ എലമെൻറ്റ് കാണാം, ഇല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ കാണാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എലമെൻറ്റ് അവിടെ കാണാതെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ വന്നാലും ഓർഡർ ഓഫ് n തന്നെയാണ് വരുന്നത്. പിന്നെ തേർഡ് കേസിൽ വരുമ്പോൾ നമുക്ക് വരുന്നത് ആവറേജ് കേസാണ്. അവിടെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ കൊടുത്ത് n/(n+1/2) ഒക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഒരു n+2/2 എന്നാണ് കിട്ടുന്നത്. സ്റ്റിൽ നമുക്ക് അവിടെ വരുന്ന ഓർഡർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് n തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഞാൻ പിന്നെയും അവിടെ പോയി കോംപ്ലക്സ് ആക്കുന്നില്ല. നോക്കുക, നമ്മൾ ഏറ്റവും ഫസ്റ്റിലും ഈ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ 10 മാർക്കിൽ ചോദിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന പോലെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ചും നമുക്ക് ലീനിയർ സെർച്ചിൻ്റെയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെന്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് 2019 സ്കീമിൽ ഈ ടോപ്പിക്ക് മൊഡ്യൂളിലായിരിക്കും. അതായത് നമുക്ക് അവരുടെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പം അതിലായിരുന്നു ഈ പറഞ്ഞ ബൈനറി സെർച്ചും ലീനിയർ സെർച്ചും അവർക്ക് ചോദിച്ചിരുന്നത്, നമുക്ക് ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് 4th മൊഡ്യൂളിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ബൈനറി സെർച്ചും ലീനിയർ സെർച്ചും അവിടെ നമുക്ക് സെർച്ചിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ടൈം കോംപ്ലക്സിറ്റിയുടെ കാര്യം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അതായത് അവിടെ നമുക്ക് ഈ സെയിം ഐഡിയ തന്നെയാണ്. എങ്ങനെയാണ് ഈ പറയുന്ന ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അവിടുത്തെ ആ സിറ്റുവേഷനിൽ എനിക്കിത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലീനിയർ സെർച്ചിൻ്റെ കേസിൽ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞ 2 സെർച്ചിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പം ഇവിടെ അവർ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ലീനിയർ സെർച്ചിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഈ 2 ടോപ്പിക് കൂടെ ഉണ്ട്. അത് നമ്മൾ 4th മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊടുത്ത് നമുക്കിത് പറഞ്ഞു പോകാം. ഓക്കെ, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ദെൻ നമുക്ക് എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. 9 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സീരിയസ് എക്സാമിനൊക്കെ എന്തായാലും ഈ ഒരു 9 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ നമുക്ക് ആ ഒരു എക്സാമ്പിൾ മാത്രം നോക്കാം. FFN എന്ന് പറയുമ്പോൾ 3n+2 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ, അങ്ങനെ എന്തൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. എല്ലാ ടോപ്പിക്കിലും നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബിഗ് ഒമേഗ, ഈ പറയുന്ന തീറ്റ, നമുക്ക് 3 ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അത് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 9 മാർക്ക് ഈസിയായിട്ട് മേടിക്കാം. സീരിയസ് എക്സാമിനത്തെ ഉറപ്പായിട്ട് ചോദിക്കുന്നതാക്കി. ഓക്കെ, ദെൻ നമുക്ക് വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ്, ലീനിയർ സെർച്ചിൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ 3 ഇക്വേഷൻ അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓർഡർ ഉണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ യൂസിങ് ആണ്. അതായത് പോളിനോമിയൽ എന്താണെന്ന് നമുക്കറിയാം. പോളിനോമിയലിൻ്റെ ജനറൽ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാധിക്കുന്ന കാര്യമില്ല, നമുക്ക് നോക്കണ്ട. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്കിവിടെ ഒരൊറ്റ ടൈം ആയിരിക്കും അൺനോൺ ആയിട്ട് നമുക്കുള്ളത്.
അതായത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ, വൈ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ല. ഓക്കെ, അൺനോൺ ആയിട്ടുള്ള ഒരു ഒരൊറ്റ ടൈം എന്നേ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, പ്രശ്നമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2x³ + 5x² അങ്ങനെ പോകുന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്നൊരു സാധനമാണ് നമുക്ക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ നമുക്ക് ഒരു അറേ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അതായത് നമ്മൾ സിസ്റ്റത്തിൽ ഈ പറയുന്ന പോലെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഇതെങ്ങനെ അറേ യൂസ് ചെയ്യും സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊരു 3-4 മെത്തേഡുണ്ട്. നിങ്ങൾ ആദ്യത്തെ 2 മെത്തേഡൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ നമുക്ക് സ്ട്രക്ചർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഈ മെത്തേഡ് ഇന്ന് പറഞ്ഞു പോവാം. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് എക്സ്പോണൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അറേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അറേ എന്ന് പറഞ്ഞാൽ ഇതാണ് അറേയുടെ എലമെൻറ്റ്സ്. ഓക്കെ, അറേയുടെ എലമെൻറ്റ്സ് ആണിത്. ഇത് ഇൻഡെക്സ് പൊസിഷനാണ്. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡെക്സ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ ഫസ്റ്റത്തെ ടൈം, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡെക്സ് പൊസിഷൻ 0യിൽ നമുക്ക് അതിൻ്റെ പവറാണ് കൊടുക്കുന്നത്. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ അറേക്കകത്ത് കൊടുക്കുന്നു. നമ്മൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു എക്സാമ്പിൾ നോക്കുക, 2x³ + 5x² + 7x + 1 എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ 1ൻ്റെ കൂടെ നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ x⁻0 ആണ് നമുക്ക് അതിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ n⁻0 എന്നാലും 1 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് അതിൻ്റെ ഈ 1ൻ്റെ കൂടെയുള്ള സാധനം എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. അതായത് കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ ഇൻഡെക്സ് പൊസിഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ x⁻1 ആണ്. സോ നമ്മളിവിടെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിൽ 7 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സെയിം ഐഡിയ തന്നെയാണ്. പവർ എടുത്ത് നമ്മൾ ഇൻഡെക്സ് പൊസിഷനിലാക്കുന്നു, ദെൻ കോഎഫിഷ്യൻ്റ് എടുത്ത് നമ്മൾ അറേയിൽ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ അറേയുടെ സൈസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അറേ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡിഗ്രി +1 ആയിരിക്കും. അത്രയും നമുക്ക് ഇത് വേണം, അതായത് എത്രയും നമുക്ക് എലമെൻറ്റിന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള സൈസ് വേണം. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഞാൻ പ്രതീക്ഷിക്കും. അതായത് P(x) എന്ന് പറയുന്ന ഒരു ഇതിൽ നമുക്കൊരു 2x³ + 1x² എന്നുള്ളൊരു പോളിനോമിയൽ ആണെന്ന് വിചാരിക്കാം. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഇൻഡെക്സ് പൊസിഷൻ 0യിൽ എന്തെങ്കിലും എലമെൻറ്റ് ഉണ്ടോ നോക്കുക. ഇപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 0യിൽ നമുക്കിവിടെ എലമെൻ്റ് ഒന്നും ഇല്ല. സോ നമുക്ക് അവിടെ 0 കൊടുക്കാം. ഇൻഡെക്സ് പൊസിഷൻ 0യിൽ നമുക്ക് എലമെൻറ്റ് ഇല്ല. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ പവർ 0 വരുന്നിടത്ത് എലമെൻ്റ് ഉണ്ടോ നോക്കുക. അതായത് ഇതാണ് ഈ ഒരു കേസിൽ ഇതാണ് എക്സിൻ്റെ പവർ 0 വരുന്ന സ്ഥലത്താണ് നമുക്ക് 1 എന്ന് പറയുന്നത് വന്നേക്കുന്നത്. സോ 1 ആണ് നമ്മളിവിടെ ഇൻഡെക്സ് പൊസിഷൻ അറേയുടെ എലമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്ന പവറാണ് 0 കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് x⁻1 ആണ്, അത് തന്നെയാണ് x എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. x⁻1 x ആണല്ലോ, 7x ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 7 എന്നുള്ള എലമെൻറ്റ് നമ്മൾ, അതായത് കോഎഫിഷ്യൻറ്റ് നമ്മൾ എലമെൻ്റ് ആയിട്ട് കൊടുത്തു, ആ പവർ നമ്മൾ 1 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കിക്കുമ്പോൾ 2 ആണ്, x² എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. പവർ എന്ന് പറയുന്നത് 2 ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 ആണ്, അവിടെ കൊടുത്തു. സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് അനുസരിച്ചാണ് ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് ഒരുപാട് വേണം. വലിയൊരു പവറിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അതായത് നിങ്ങൾക്കൊരു ഇവിടെ 2x³ ഒക്കെ ഓക്കെയാണ്. നിങ്ങൾക്കൊരു 2x⁻⁻1000 അല്ലെങ്കിൽ ഒരു 100 ഒക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ അറേ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ അങ്ങ് പോകും അല്ലേ? അതായത് അതാണ് നമ്മളിവിടെ നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻഡെക്സ് ആണ് നമുക്ക് ഇവിടെ പവറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് അറേയുടെ നമുക്കറിയാം. ഇപ്പം x⁻100 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഏത് പൊസിഷനിലായിരിക്കും വരുന്നത് നമുക്കറിയാം. അത് ഇൻഡെക്സ് പൊസിഷൻ 100 കൊടുത്തു കഴിഞ്ഞാൽ x⁻100ൻ്റെ വാല്യൂ ഉള്ള കോഎഫിഷ്യൻറ്റ് നമുക്ക് കിട്ടും അല്ലേ? അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ അറിയിക്കേണ്ട ഒരു കാര്യം, ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി ഒരുപാട് ചിലവാകുന്നുണ്ട്. കാര്യം നമുക്ക് ഇപ്പം നിങ്ങളൊരു x⁻100 + ഒരു x⁻1 എന്നുള്ള രീതിക്ക് എടുക്കാം. x⁻1 എന്നുള്ള രീതിക്ക് എടുക്കാം, x⁻1 2 എന്നുള്ള എടുക്കാം. അവിടെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, 100 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അറേയിൽ ഈ 100 വരെ ഇൻഡെക്സ് പൊസിഷനിൽ പോകണം. കാര്യം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എലമെൻറ്റ്സ് ഇല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻഡെക്സ് പൊസിഷൻ ഇങ്ങനെയാണ് ഒരു അറേ. ഇപ്പം ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2 അങ്ങനെ പോയി നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ 100 വരെ എത്തിയാൽ മാത്രമേ ഈ 10 എന്നുള്ള എലമെൻറ്റ് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ സേവ് ചെയ്യുന്ന മെത്തേഡ് അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എലമെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇത്രയും സാലറി നമുക്ക് വേണം. അതായത് ഹയസ്റ്റ് പവർ +1 പൊസിഷൻ നമുക്ക് വേണം. ഈ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് മെമ്മറി വേസ്റ്റ് ആവുന്നുണ്ട്. വേസ്റ്റ് മെമ്മറി ഇഫ് മെനി ടൈംസ് ആവും 0 കോഎഫിഷ്യൻ്റ്. അതായത് നമ്മൾ പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോഎഫിഷ്യൻ്റ് ഇല്ലാതെ വരുമോ അല്ലെങ്കിൽ പറയുന്നത് ഹൈ ആയിട്ടുള്ള ടൈംസ് വഴിക്കുക നമുക്ക് അവിടെ മെമ്മറി നമുക്ക് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മെമ്മറി വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. P(x) എന്ന് പറയുന്ന x³ x⁻9 + 2 എന്നുള്ളൊരു പോളിനോമിയലാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അറേ നിങ്ങൾ ഏത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇൻഡെക്സ് പൊസിഷൻ 10 അല്ലെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ 9 നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ കോഎഫിഷ്യൻ്റായി 1 സ്റ്റോർ ചെയ്യുന്നത്.
ഓക്കെ, ആ 1 ആണ് ഞാനിവിടെ കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ 2, അതായത് ഇൻഡെക്സ് പൊസിഷൻ 0-ൽ എനിക്കൊരു 2 സ്റ്റോർ ചെയ്യും. പക്ഷേ ബാക്കിയുള്ള ഇത്രയും പൊസിഷൻ വേക്കൻ്റ് ആയിട്ട് കിടക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പാനർ അല്ല. ഓക്കെ, അതാണ് നമ്മളെ ഫസ്റ്റ് മെത്തേഡിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് പെയറായി സൂക്ഷിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക, 2x⁻9 +5 എന്ന് കൊടുത്തു. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 2 എന്ന് പറയുന്ന സാധനം നമുക്ക് അതിൻ്റെ അറയുടെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് കൊടുത്തു. നമ്മളിവിടെ ഇൻഡെക്സ് പൊസിഷൻ അല്ല യൂസ് ചെയ്യുന്നത്, രണ്ടാമത്തെ മെത്തേഡാണ്. അതിൻ്റെ പവർ എത്രയാണോ അത് തൊട്ടപ്പുറത്ത് തന്നെ കൊടുത്തു. ഓക്കെ, ദെൻ ഇതേപോലെ നമ്മൾ എല്ലാ എലമെൻറ്റ്സും ഇങ്ങനെ കൊടുത്ത് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 എണ്ണമാണ് കൊടുത്തത്, അതായത് 5 എന്ന് പറയുന്നത് കൊടുത്ത് 5യുടെ പവർ എന്ന് പറയുന്നത് എന്താ, അതായത് എക്സിൻ്റെ പവർ എന്താണ്, 5x എന്ന് പറയുന്ന സാധനം 0 ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 0 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തത്. ഐഡക്റ്റിന്ന് വരികയാണ്. ഫസ്റ്റ് ഇതിൽ നമ്മൾ ഇൻഡെക്സ് പൊസിഷനാണ് നമ്മളിതിൻ്റെ പവറായിട്ട് എടുത്തത്. സെക്കൻഡ് നമ്മൾ പവർ എന്ന് പറയുന്ന സാധനം നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ എഴുതി പോവാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 5x² + 2x എന്നുള്ളൊരു പോളിനോമിയലാണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ രണ്ടാമത്തെ മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ നമ്മൾ 5 കൊടുക്കും. പിന്നെ ഈ എക്സിൻ്റെ പവർ എത്രയാണ് 2 ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്, അത് ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ ബോധർ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് 2 കൊടുത്തു. എക്സിന് ഇവിടെ പവർ ഉണ്ടോ, എക്സിന് പവർ 1 ആണ്. എന്നാലാണ് 2x⁻1 ആണ് 2x എന്ന് പറയുന്നത് സിമ്പിളായിട്ട് കേൾക്കുന്നത്, അറിയാവുന്ന പ്രതീക്ഷിക്കുകയാണ്. സോ നമ്മൾ ഇവിടെ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ് വഴി നമ്മൾ ഈ പറയുന്ന പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. then നമുക്ക് തേർഡ് മെത്തേഡുണ്ട്, അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സി പ്രോഗ്രാമിംഗിൽ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ബേസിക്സ് ഒന്ന് നോക്കി പോകാം. കാര്യം നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് ഇനി അടുത്ത മൊഡ്യൂളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയേക്കാം. എന്തായാലും അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്തേക്കുന്നത്, യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഡേറ്റ ടൈപ്പാണ്. ഇപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, ഇൻറ്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്, ഇതൊക്കെ നമ്മുടെ ഒരു ഡേറ്റ ടൈപ്പാണ് സിയിൽ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാനുള്ളൊരു എക്സാമ്പിൾ നിങ്ങൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആയിട്ടുള്ള ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലറിയാൻ, അതിൽ നമുക്ക് ഇൻറ്റിജർ ടൈപ്പ് മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അറേയുടെ കേസിലാണ്. പക്ഷേ അതേസമയം നമുക്ക് സ്ട്രക്ചറിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള വാല്യൂസും നമുക്ക് സ്റ്റോർ ചെയ്യാം. അതായത് നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ഈ പറയുന്ന ഇൻറ്റിജർ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ട് സ്റ്റോർ ചെയ്യാം, ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. അത് നമ്മൾ റിയൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്ലാസ്സിലെ ഒരു സിറ്റുവേഷൻ എടുക്കുക. നിങ്ങൾ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് ഉണ്ടാവും. ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. ഓരോ സ്റ്റുഡൻറ്റിനും അവർക്ക് മാർക്കുണ്ടാവും, പേരുണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പിലുള്ള പല ഡേറ്റ ടൈപ്പിലുള്ള കാര്യങ്ങൾ ഓരോ സ്റ്റുഡൻറ്റിനും ഉണ്ടാവും. പിന്നീട് സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമുക്ക് മാനുവലായിട്ട് ഈ പറയുന്ന പോലെ ഇയാളുടെ മാർക്ക് എൻ്റർ ചെയ്യുക, ഇനി ഇയാളുടെ നെയിം എൻ്റർ ചെയ്യുക, അങ്ങനെ പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ബേസിസിൽ നോക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ ക്ലാസ്സിൽ ഒരു 30 പേരുണ്ട്. ഈ 30 സ്റ്റുഡൻസിനും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാർക്ക്, അവരുടെ പേര്, അവരുടെ റോൾ നമ്പർ, അങ്ങനെ നമുക്ക് പല ഡേറ്റ ടൈപ്പിലുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കമ്പാരിസനായിട്ട് കൊടുത്തേക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. അതായത് നമ്മൾ പലതരത്തിലുള്ള ഡേറ്റ ടൈപ്പ് ആയിരിക്കും സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നത് വെൻ കമ്പയർ ടു അറേ. ഓക്കെ, നമുക്ക് ഒരു സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സിൻടാക്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സ്ട്രക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ നെയിം. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ട്രക്ട് സ്റ്റുഡൻസോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ട്രക്ചർ നെയിം മാർക്കോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുന്നു. അത് നമുക്ക് ഓരോ മെമ്പേഴ്സും, അതായത് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കുക. ഇതാണ് സ്ട്രക്ട് എന്നുള്ളത് നമ്മൾ കീവേഡായിട്ട് യൂസ് ചെയ്തു. ദെൻ നമ്മൾ ഈ സ്ട്രക്ട് വേരിയബിളിന്, അതായത് ഈ ഡേറ്റ ടൈപ്പിന് നമ്മൾ എന്താണ് പേര് കൊടുക്കേണ്ടത് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലേതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അത് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു നെയിം എന്ന് പറയുന്നൊരു അറേയാണ് ക്യാരക്ടർ ആയിട്ടുള്ള അറേ. ഇത് നമുക്ക് ഇൻഡിജർ ആയിട്ടുള്ള റോൾ നമ്പർ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് മാർക്ക് വേണം. മാർക്ക് നമുക്ക് ഫ്ലോട്ടായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്ലോട്ടിൻ്റെ ഡിഫറൻസ് അറിയാൻ പ്രതീക്ഷിക്കുകയാണ്. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ മാത്രമായിരിക്കും, അതായത് 9 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഫ്ലോട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരു 9.8 അത് 9.80 അങ്ങനെ കാര്യം കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്ന കാര്യം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നെയിമാണ്. ഓക്കെ, അതാണ് നെയിം ഓഫ് ദി സബ്ജക്റ്റ്. ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സാണ് ഇത്രയും കാര്യങ്ങൾ, അതായത് നെയിം, റോൾ നമ്പർ, മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സാണ്. ആ മെമ്പേഴ്സ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പിലായാലും കുഴപ്പമില്ല. അതിനുവേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ എന്ന് പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ ഈ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്ക് വേരിയബിൾ എന്ന് പറയുന്ന സാധനം, അതായത് നിങ്ങൾ ആലോചിക്കാം, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് എൻ്റർ ചെയ്ത് മേടിക്കാം. അങ്ങനെ ഒരു കോൺടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരുപാട് സ്റ്റുഡൻറ്റ് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ തന്നെ. അപ്പോൾ നിങ്ങളൊരു സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിലേക്ക് നിങ്ങൾക്ക് വേരിയബിൾസ് വേണം. അതായത് S1 എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് 1 ആണ്. നമുക്ക് പല സ്റ്റുഡൻസ് വേണം. അതായത് S1ൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം, S2ൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം, S3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണ് കേട്ടോ, S എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പലരുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വേരിയബിൾസിൻ്റെ ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓരോ മെമ്പേഴ്സിനെയാണ് നമ്മൾ, മെമ്പറല്ല, ഈ ഓരോ ആൾക്കാരെയാണ് നമ്മൾ വേരിയബിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ട്രക്ചറിൽ എങ്ങനെയാണ് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ആദ്യമേ നമ്മൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ബേസസ് കഴിഞ്ഞ് നമുക്ക് S1 അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് എന്താണ് വേരിയബിളിൻ്റെ ആവശ്യമുള്ള വേരിയബിൾ നെയിം, നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇനി നമുക്ക് ഒരുപാടെണ്ണം വേണമെങ്കിൽ കോമായിട്ട് ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകാം. എന്നിട്ട് ലാസ്റ്റ് സെമിക്കോളനും കൊടുക്കണം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെയിൻ കഴിഞ്ഞിട്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു പാർട്ട്, ഇത്രയും പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി ദെൻ നമുക്കിത് കഴിഞ്ഞിട്ട് നമ്മൾ കോഡ് എഴുതി, അതായത് മെയിൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ സാധനത്തിനെ കോൾ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്പ്. അവിടെ നമുക്ക് വേരിയബിളിൻ്റെ നെയിം കൊടുക്കാം. അതായത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ S1 ആണ്. നമുക്ക് അങ്ങനെ 2 തരത്തിലും ചെയ്യാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡോട്ട് ഓപ്പറേറ്റർ വെച്ചാണ്. അതായത് നമുക്ക് ഓരോ വേരിയബിളിലേക്കും വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് 53 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റുഡൻറ്റിലോട്ടാണ് നമുക്ക് ഈ ഡേറ്റ നമുക്ക് കോപ്പി ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, S1 എന്ന് പറഞ്ഞ വേരിയബിളിലെ റോൾ നമ്പർ എന്ന് പറഞ്ഞ മെമ്പറിലേക്ക് ഞാൻ 53 എന്ന് പറഞ്ഞ വാല്യൂ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐഡിയ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുവാണ്. അതായത് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാവും, ആ സ്ട്രക്ചറിൽ നമുക്ക് ഓരോ ടൈപ്പിലുള്ള മെമ്പർ ഉണ്ടാവും. അതായത് നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് തന്നെ നമുക്ക് ഈ പറയുന്ന മെമ്പേഴ്സ് എല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് റോൾ നമ്പർ വേണം, നെയിം സ്റ്റോർ ചെയ്യണം, മാർക്ക് സ്റ്റോർ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമ്മളീ പറയുന്ന പോലെ S1 ഡോട്ട് റോൾ നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അവരുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നെയിമും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെയിമിനെ നമ്മൾ സ്ട്രിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന നോർമൽ C പ്രോഗ്രാമിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ സേവ് ചെയ്തത്. S1 ഡോട്ട് നമ്മളുടെ മെമ്പറിൻ്റെ അതിലേക്കായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂസറിൽ നിന്നൊരു 53 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തു, ഇത് നമ്മൾ റോൾ നമ്പർ ആയിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ S1 ഡോട്ട് RN എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സേവ് ചെയ്യുന്ന പേര് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് സ്ട്രക്ചർ അല്ലാത്ത നോർമൽ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് വെച്ചുള്ളൊരു സാമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് മാർക്ക് മേടിക്കുന്നു, ഡീറ്റെയിൽസ് മേടിക്കുന്നു, ഒരു പേര് മേടിക്കുന്നു. അപ്പോൾ നമ്മൾ നോർമൽ C പ്രോഗ്രാം പോലെ തന്നെ ചെയ്തു. ദെൻ ഇവിടെ വെച്ച് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കുവാണ്. ഓക്കെ, അവിടെ നമ്മൾ ഫ്ലോട്ട്, ഇൻറ്റിജർ, ക്യാരക്ടർ ടൈപ്പിൽ ഉണ്ടാക്കി. ദെൻ നമ്മൾ മെയിൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തേക്കുവാണ്. ദിസ് ഈസ് മെത്തേഡ് 2 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെന്നുള്ളത്, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. രണ്ടാമത്തെ മെത്തേഡാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ സ്ട്രിംഗിലേക്ക് മെറിൻ എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ സ്റ്റുഡൻറ്റ് നെയിമായിട്ട് അസൈൻ ചെയ്തു. ദെൻ നമ്മൾ റോൾ നമ്പർ S1ൻ്റെ ഡീറ്റെയിൽസ് റോൾ നമ്പർ ചെയ്തു. ദെൻ അതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഭാവിയിലേക്ക് വരുമ്പോൾ, അതായത് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രക്ചറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ അത് ക്ലിയർ ആക്കി പോയേക്കുവാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രതീക്ഷിക്കണം. നമുക്ക് യൂസ് ചെയ്യാനുള്ള, അതായത് പോളിനോമിയൽ റെപ്രസെൻറ്റേഷനിൽ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉള്ളൂ. ഞാനത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു മെത്തേഡായിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. നമ്മളുടെ ഈ പോളിനോമിയൽ റെപ്രസെൻറ്റേഷന് വേണ്ട കാര്യങ്ങൾ ഇനി നമ്മൾ എഴുതുവാണ്. നമ്മൾ ഈ കോഎഫിഷ്യൻറ്റ് പാർട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഇൻറ്റിജർ ആയിട്ടുള്ളൊരു വേരിയബിൾ എടുത്തു. ദെൻ നമുക്ക് X എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എക്സ്പോണൻ്റ് ആയിട്ട്, അതായത് Xൻ്റെ പവർ എത്രയാണ് അതിനെ നമ്മൾ ഒരു ഇൻറ്റിജർ ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നിരിക്കുന്നത്. നമ്മളിത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ സെക്കൻഡ് മെത്തേഡിൽ ചെയ്തു. അതായത് നമ്മൾ അറേ യൂസിങ് ആണ് നമ്മൾ ചെയ്തത്. സെയിം ഐഡിയ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. 2x⁻9 + 5, അതായത് 2x⁻9 + 5. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോഎഫിഷ്യൻറ്റിന് വേണ്ടി ഒരു ഇതുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എക്സ്പോണൻഷ്യന് വേണ്ടി ഉണ്ടാവും. കോഎഫിഷ്യൻറ്റ് നോക്കി കഴിഞ്ഞാൽ 2 ആണ് നമ്മുടെ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ്. അതിൻ്റെ x⁻² എത്രയാണ്, x⁻9 ആണ്. അപ്പോൾ അത് എക്സ്പ്രഷൻ 0-ലായിരിക്കും വരുന്നത്. നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേ യൂസ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തേർഡ് മെത്തേഡാണ്. നമുക്കിവിടെ 2 എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ, അതായത് 2 കോഎഫിഷ്യൻ്റ് ആണുള്ളത്, 2 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റും 5 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റും ആണുള്ളത്. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 × അത്രയും ടൈംസ്, അതായത് n എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ
2 × n ടൈംസ് നമുക്ക് അത്രയും ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് വേണം, അല്ലെങ്കിൽ അത്രയും സ്റ്റോറേജ് നമുക്ക് വേണം. പക്ഷേ ഇത് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് നമുക്ക് സ്ട്രക്ചർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ് ഐഡിയ മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു പോളിനോമിയൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഐഡിയ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഞങ്ങൾ ജസ്റ്റ് ഇതുപോലൊരു കോഡൊന്ന് ഒരു രീതിയിലൊന്ന് എഴുതുക, നമുക്ക് ഈ അറേ വെച്ച് തന്നെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മളിപ്പം ഇവിടം വരെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാസ് മാട്രിക്സ് തൊട്ട് അതൊരു പാർട്ടായിട്ട് നമുക്കത് ചെയ്യാം. ആക്കിയ ക്യൂവ് അതിൻ്റെ ഓരോ വേരിയേഷൻസ് ആണ്. അതിന് നമുക്ക് ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ റൺ ചെയ്താൽ നമുക്ക് മൊഡ്യൂൾ 1 തീരും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു.